ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശ്ശേഷജാഡ്യാപഹ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാ ബന്ധവുമറ്റവൻ വധകുരൂരമ്മയ്ക്കു കീഴ്പ്പെട്ടവൻ മല്ലാരാദി കുചേലമാമുനി തുറന്നിടുന്ന ഭണ്ഡാരം എന്നല്ല പാർഷദി ചീരതീറ്റിയ ചിദാനന്ദൻ പ്രസാദിക്കണം. ആദരണീയരായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും പൂജ്യരായ സന്യാസിനിമാർക്കും മറ്റെല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ തത്വകഥനത്തിന് ലഭിച്ചിരിക്കുന്ന വിഷയം പരീക്ഷിത്തും ശ്രീശുകനും എന്ന വിഷയമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ കഥകളും വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഭാഗവതത്തിന്റെ പ്രത്യേകത ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തത് ശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേ നരഃ. ഈ ശ്രീമത്തായിരിക്കുന്ന ഭാഗവതം എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ആ മോക്ഷമാണ് എല്ലാവർക്കും ലഭിക്കേണ്ടത്. ആ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് കാമക്രോധലോഭ മോഹ മതമാത്സര്യാദികളായിരിക്കുന്ന ദോഷങ്ങൾ. ഈ കാമക്രോധലോഭ മോഹങ്ങളെ മുഴുവൻ നിശേഷം നശിപ്പിക്കുന്നതും മാത്രമല്ല മോക്ഷപ്രദനായ സാക്ഷാ ശ്രീഹരിയുടെ ഭക്ത വാത്സല്യത്തെയും ആ ഭഗവത് ലീലകളെയും പ്രതിപാദിക്കുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ മഹാഭാഗവതം വിഷ്ണുഭക്തന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പാലും വെള്ളവും ഒരുമിച്ച് വെച്ചാൽ അതിൽ നിന്ന് അരയന്നം എപ്രകാരമാണോ പാലിനെ വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നവനായ ആ സാക്ഷാത് പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ പരമഹംസന്മാരാൽ വിവേകപൂർവം അനുഭവവേദ്യമാക്കി തീർത്തതുമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതം നിത്യ പാരായണം ചെയ്യുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും അതിൻ്റെ തത്വവിചാരണം ചെയ്യുകയും ചെയ്താൽ അതുതന്നെയാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഓരോ ജീവിയും മോചനം നേടും. അങ്ങനെ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. അത് മോക്ഷം, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് സുഖദുഃഖങ്ങൾ കൊണ്ട് നരകിക്കുന്ന, സുഖദുഃഖങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്നതും ആയിട്ടുള്ള ഓരോ ജനങ്ങൾക്കും മോക്ഷം നൽകാൻ, മുക്തി നൽകാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഈ
ശ്രീമദ് ഭാഗവതം അതിൽ ഭഗവാൻ തന്നെ കുടികൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗവതത്തിൽ ഒരു കഥാഭാഗമാണ് പരീക്ഷിത്തും ശ്രീശുകനും. ഇത് ആദ്യം വിഷ്ണു ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തതാണ്. അത് സംവാദ രൂപത്തിലാണ് ഈ ഭാഗവതം രചിച്ചിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു, ബ്രഹ്മാവ് അത് വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു, വേദവ്യാസ മഹർഷി അത് ശ്രീശുകന് ഉപദേശിച്ചു, നാരദ മഹർഷി വേദവ്യാസന് ഉപദേശിച്ചത് വ്യാസനാരദ സംവാദം. നാരദനാണ് വ്യാസന് ഉപദേശിച്ചു കൊടുത്തത്. ആ വേദവ്യാസൻ ഗ്രഹിച്ച ചതുശ്ലോകി ഭാഗവത്തെ വിസ്തരിച്ചെഴുതിയ ആ ഭാഗവത തത്വം ശ്രീശുക ബ്രഹ്മർഷിക്ക് വേദവ്യാസ ഋഷി പഠിപ്പിച്ചു കൊടുത്തു. അത് വ്യാസശുക സംവാദം. ഈ ശുഗബ്രഹ്മർഷി അത് പരീക്ഷിത് മഹാരാജാവിന് വിശദീകരിച്ചു കൊടുത്തു. പരീക്ഷിത് ശുഗ സംവാദം. ഈ കഥ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ സൂത ശൗനക സംവാദം. ഇങ്ങനെ സംവാദ രൂപത്തിൽ ഒരാൾ ചോദ്യം ചോദിക്കുക, ആ ചോദിക്കുന്നതൊക്കെ ഓരോരുത്തരെയും ഗുണത്തിന് ശ്രേഷ്ഠത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, അതിനൊക്കെ മറുപടി പറയുക. അങ്ങനെയുള്ള കഥാരൂപമാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പം ഈ നൈമിഷാരണ്യത്തില് ശൗനകാദി മഹർഷിമാര് ഈ കലികാലമുണ്ട്, ഈ കലികാലത്തിന് ഓരോരുത്തർക്കും മോചനം നേടാൻ ഭഗവത് കഥകൾ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ശ്രീ സൂതനെ ഗുരുവാക്കിയിട്ട് അവരെല്ലാവരും ധാരാളം ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ ചോദ്യങ്ങളുടെ കൂട്ടത്തില് ഭഗവത് കഥകളൊക്കെ കഴിഞ്ഞ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കൗരവന്മാരുടെയൊക്കെ നാശത്തിന് ശേഷം പാണ്ഡവന്മാർ മാത്രമായി ഭൂമിയിൽ, ആ പാണ്ഡവന്മാര് ഈ രാജ്യം നന്നായി ഭരിച്ചതിന് ശേഷം പരീക്ഷത്തിനെ രാജാവാക്കി അവർ മഹാപ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിച്ച് അവസാനം അവർ സ്വർഗലോകം പോയി വെച്ചാൽ മോക്ഷം പ്രാപിച്ചു അവർ എന്ന കഥ സൂത മഹർഷി ശൗനകാദിയോട് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, പിന്നീട് ഈ ധർമ്മപുത്രരുടെയും ഇവരുടെയൊക്കെ പുത്രനായിരിക്കുന്ന അഭിമന്യുപുത്രനായിരിക്കുന്ന ഈ പരീക്ഷിത് മഹാരാജാവ് എന്തു ചെയ്തു, അദ്ദേഹത്തിന്റെ കഥ ഒന്ന് വിശദീകരിച്ചു തരൂ എന്ന് സൂതനോട് ശൗനകാദികൾ ചോദിച്ചു. അപ്പോൾ ആ പരീക്ഷത്തിന്റെ കഥ തുടങ്ങാണ്. ആരാണ് ഈ പരീക്ഷിത്ത്? ഉത്തരാദേവിയുടെയും അഭിമന്യുവിന്റെയും പുത്രനായിട്ട് ജനിച്ച കുട്ടിയാണ് പരീക്ഷിത്ത്. ഈ കൗരവപക്ഷപാതിയായിരിക്കുന്ന ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് കൗരവന്മാരോടുള്ള സ്നേഹം നിമിത്തം ഈ പാണ്ഡവന്മാരെ മുഴുവൻ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ പാണ്ഡവന്മാരില്ലാതാവണം എന്ന് വിചാരിച്ച് മന്ത്രം ജപിച്ച് ബ്രഹ്മാസ്ത്രം അയച്ചു പാണ്ഡവന്മാരെ നേർക്ക്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ സുദർശന ശക്തി, ആ സുദർശന ചക്രത്തിന്റെ ആ സ്മരണ കൊണ്ട്, ആ ശക്തി കൊണ്ട് ആ പാണ്ഡവന്മാരെ മുഴുവൻ ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതിനുശേഷം ആ ബ്രഹ്മാസ്ത്രം നേരെ ഇനി അടുത്ത തലമുറയിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയും കൂടി നശിപ്പിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്കായിരുന്നു ആ അസ്ത്രം പോയിരുന്നത്. ഭഗവാൻ ഒരു തള്ളവിരലോളം വലുപ്പത്തിൽ ആ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ട് ആ കുട്ടിയെ തൻ്റെ യോഗബലം കൊണ്ട് കാത്തു സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കണ്ട രൂപം ഈ കുട്ടിയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അപ്പൊ ജനിച്ചു കഴിഞ്ഞ ശേഷം ഈ കുട്ടി ആരെ കാണുമ്പോഴും ഞാൻ കണ്ട രൂപമാണോ ഇയാള് ഇങ്ങനെ പരീക്ഷിച്ചു നോക്കുത്രേ. അങ്ങനെ വിഷ്ണുരാധനെ പരീക്ഷിത്ത് എന്ന് പേരുണ്ടായി. ഭഗവാൻ പരീക്ഷിച്ചുണ്ടായ കുട്ടി എന്ന അർത്ഥത്തിലും പരീക്ഷിത്ത് എന്ന് പറയുന്നു. ആ പരീക്ഷിത്ത് ഈ പാണ്ഡവാദികളായിരിക്കുന്ന ധർമ്മപുത്രാദികളായിരിക്കുന്ന പാണ്ഡവന്മാരുടെ വിദഗ്ധ ശിക്ഷണത്തിൽ വളർന്നിട്ട് നല്ല ധർമ്മിഷ്ഠനും യോദ്ധാവും ഭരണനിപുണനും ഭഗവത് ഭക്തനുമായി തീർന്നു ഈ പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ രാജാവാക്കിയിട്ടാണ് പാണ്ഡവന്മാർ പോയത്. അങ്ങനെ ആ പരീക്ഷിത്ത് ഈ തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരായി പാണ്ഡവന്മാർ മുഴുവൻ പറഞ്ഞു കൊടുത്ത ആ ധർമ്മശാസ്ത്രങ്ങളും തത്വോപദേശങ്ങളൊക്കെ ഗ്രഹിച്ച് മഹാജ്ഞാനിയായിട്ട് അദ്ദേഹം കുരുജാങ്കലത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം 3 യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. അശ്വമേധയാഗം. കൃപാചാര്യരെ ഗുരുവാക്കിയിട്ട് 3 അശ്വമേധയാഗങ്ങൾ അദ്ദേഹം നടത്തിയത്രേ. ആ യാഗത്തില് അദ്ദേഹത്തിന്റെ മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ദേവന്മാർ നേരിട്ട് വന്ന് ആ യജ്ഞത്തിലെ ഹവിസ് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അത്ര ശ്രേഷ്ഠനായിരുന്നു ആ പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെ അനുഗ്രഹാശീസ്സുകളോട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം കേട്ടത് കലിയുടെ
കാലം തുടങ്ങാറായി, കലി പ്രവേശിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചത്തിന് ഈ ഭൂമി വിട്ട് പോയപ്പോൾ കലി ഇവിടെ പ്രവേശിച്ചിരിക്കുന്നു എന്നും ആ കലിയുടെ ആക്രമണത്താൽ ദുഷ്ടന്മാരായ ജനങ്ങളൊക്കെ തൻ്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നും പരീക്ഷിത്ത് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാം എന്ന് വിചാരിച്ച അദ്ദേഹം ഹരിവർഷം, കിംപുരുഷം, കേതുമാലം, ഭാരതം, ഉത്തരകുരു മുതലായിട്ട് പല പല രാജ്യങ്ങളിലും അദ്ദേഹം നേരിട്ട് സഞ്ചരിച്ച് ഓരോരോ കാര്യങ്ങൾ കാണാനായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഈ അദ്ദേഹത്തിന്റെ ശ്രവണകുടങ്ങളിൽ ഇങ്ങനെ കേൾക്കുകയാണ് എന്ത്? പാണ്ഡവന്മാരുടെ വീരകഥകളും അവരുടെ ധർമ്മനിഷ്ഠയും അവരോട് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന സ്നേഹവായ്പും ശ്രീകൃഷ്ണൻ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കൃത്യങ്ങളും എല്ലാം ഇങ്ങനെ നാടൻ ശീലുകളിൽ ഇങ്ങനെ പാടി 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 രാജാവിനെ സന്തോഷിപ്പിച്ചു. രാജാവിന് അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴേക്കും തൻ്റെ ആ പൂർവികന്മാരുടെ കഥകളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിട്ടാണ് പോകുന്നത്. മാത്രമല്ല ആ നാടൻ ശീലുകളിൽ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ പാണ്ഡവന്മാരുടെ മഹത്വം മാത്രമല്ല, മഹാന്മാരായ പാണ്ഡവന്മാർക്ക് വേണ്ടി സ്നേഹത്തോടുകൂടെ ഭഗവാൻ വഹിച്ചിട്ടുള്ള സാരഥ്യം, സഖ്യം, സഭാധിപത്യ സ്വീകരണം മുതലായിട്ടുള്ള കഥകളും ഈ എന്താ പറയുക നാടൻ ആൾക്കാര് നാട്ടിലുള്ള ഓരോരുത്തരും ഇങ്ങനെ പാടി പുകഴ്ത്തി എല്ലാ ജനങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു എന്നൊക്കെ കേട്ടപ്പോ പരീക്ഷിത് മഹാരാജാവിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഭക്തി ആ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളിൽ വർദ്ധിച്ചു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ഈ കലി എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. അധർമ്മികളായിട്ടുള്ള ജനങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ അസാധാരണമായൊരു ദർശനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കാലിൽ നിൽക്കുന്നൊരു കാള, അടുത്ത് തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു പശു. അപ്പോൾ ഈ ഒറ്റക്കാലുള്ള കാള എന്താ? ഈ ഒറ്റക്കാലുള്ള കാള അത് ധർമ്മദേവനാണ്, ധർമ്മത്തിൻ്റെ അവതാരമാണ് ഈ കാള. 3 കാല് നഷ്ടപ്പെട്ടിരിക്കുന്നു, 1 കാലേ ഉള്ളൂ ആ കാളയ്ക്ക്. കരയാണ് അടുത്ത് നിൽക്കുന്ന പശു. അപ്പോൾ ആ പശുവിനെ സമാധാനിപ്പിച്ചിട്ട് ചോദിക്കുകയാണ് ഈ കാള, എന്തിനാണോ നീ ഇങ്ങനെ കരയുന്നത്? എൻ്റെ 3 കാലുകൾ നഷ്ടപ്പെട്ടത് കണ്ടിട്ടാണോ നീ കരയുന്നത്? ഒറ്റക്കാലിൽ നിൽക്കേണ്ട സങ്കടം കൊണ്ട്? അതോ ഇനിയിപ്പോൾ ഭൂമി അധാർമികരും ധൂർത്തരും ദുഷ്ടന്മാരും സ്വാർത്ഥരുമായിട്ടുള്ള രാജാക്കന്മാർ ഭരിക്കപ്പെടും, അങ്ങനെ രാജാക്കന്മാരാൽ എന്നാലോചിച്ചിട്ടാണോ നീ കരയുന്നത്? അതുമല്ലെങ്കിൽ ഈ ആത്മീയ ജ്ഞാനമുണ്ടല്ലോ, അത് ശരിക്കു പറഞ്ഞാൽ ആ ആത്മീയ ജ്ഞാനത്തിന് അർഹതയില്ലാത്ത അധമന്മാരിലൊക്കെ വീണു പോകുന്നു എന്നറിഞ്ഞിട്ടാണോ, ആത്മീയ ജ്ഞാനമൊക്കെ ഇല്ലാതാകുന്നു എന്നറിഞ്ഞിട്ടാണോ നീ ദുഃഖിക്കുന്നത്? മാത്രല്ല ബ്രാഹ്മണരും അവരുടേതായിട്ടുള്ള ആ വിജ്ഞാനം മുഴുവൻ ധനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് അതിനെ വിൽക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ കരയുന്നത് എന്ന് ഈ ധർമ്മത്തിന്റെ അവതാരമായിരിക്കുന്ന കാള ആ പശുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ പശു വിനയപൂർവ്വം പറയാണ്, അല്ലയോ ധർമാത്മാവേ, അങ്ങക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം അറിയാം. പക്ഷെ അങ്ങത് ചോദിച്ചത് അങ്ങയുടെ ധർമ്മം. അങ്ങക്ക് ഈ സാക്ഷാത് ഭഗവാൻ ഈ ദ്വാപരയുഗത്തിലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങക്ക് 4 കാലുകൾ ഉണ്ടായിരുന്നുവല്ലോ. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ദയാ കടാക്ഷം കൊണ്ട് എനിക്കും ശാന്തിയും സുഖവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ സത്യം, ശൗചം, ദയാക്ഷാന്തി, ത്യാഗ, സന്തോഷ, ആർജവം, ശമോദമ, തപസ്സാമ്യം, തിതിക്ഷോപരതി, ശ്രുതം, ഇങ്ങനെയുള്ള ഓരോ അനേകം ഗുണങ്ങൾ, ത്യാഗം, സത്യം, ദയ, ദാക്ഷിണ്യം, തപസ്, അകവും പൂർവ്വം എപ്പോഴും ശുദ്ധിയാക്കി വെക്കാണ് ശൗചം, തിതിക്ഷ, ആരെന്തു പറഞ്ഞാലും അതിനെ ക്ഷമിക്കാനുള്ള കഴിവ്, ശമഹ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ദമഹ, മനസ്സിനെ, തുല്യനിന്ദാ സ്തുതിർമൗനി, എന്തു പറഞ്ഞാലും ശകാരിച്ചാലും നല്ലത് പറഞ്ഞാലും ഒന്നിനും അതൊക്കെ അത് വേണ്ട പോലെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ആർജവം, വക്രബുദ്ധിയൊന്നുമില്ലാതെ സത്യസന്ധമായിട്ട് നേരെ പോന്നുള്ള ചീത്ത വിചാരോ ചീത്തയൊന്നുമില്ലാതെയുള്ള സംഭാഷണം, പ്രവൃത്തി, അങ്ങനെയുള്ള ആർജവം. പിന്നെ എന്തും സഹിക്കാനുള്ള കഴിവ്, സ്വാതന്ത്ര്യം, എന്തു പറഞ്ഞാലും അതിനെ എതിർക്കാതിരിക്കാൻ ആ സംയമനശീലം, ഇങ്ങനെയുള്ള അനേക ഗുണങ്ങൾക്കും
ആസ്പദമാണ്, ആശ്രയമാണ്, ആ മഹിമയൊക്കെ ഉള്ളവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ അസാമാന്യ ഗുണങ്ങളുള്ള ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗസംഗ സദാ ശ്രീ അഖിലവിദ് അസിതക്വാവിദേ സംഘവാർത്ത. ഈ 6 ഗുണങ്ങള് ഐശ്വര്യം, എല്ലാ ദേവന്മാരെയും ആൾക്കാരിലുമൊക്കെ വേണ്ട സ്ഥാനത്ത് നിർത്താനും അവരെ അതിനൊക്കെ ഏർപ്പെടുത്താനുമുള്ളൊരു കഴിവ്, തേജസ്, ഇങ്ങനെയുള്ള 6 ഗുണങ്ങൾ ഉള്ള ആളാണ് ഭഗവാൻ എന്ന പേര്. ആ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് പോയാൽ പിന്നെ ഇവിടെ എങ്ങനെ അധർമ്മവും ദൈവികതയും ഉണ്ടാകാനാണ്? അതാണ് ഈ കലി, അധാർമികനായിട്ടുള്ള കലി ഇനി ഇവിടെ ബാധിക്കുമല്ലോ, ഈ ലോകത്തിൽ വരുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഖേദിക്കുന്നത് എന്ന് ഭൂമി പറഞ്ഞു ആ കാളയോട്. ഈ സമയത്താണ് പരീക്ഷിത്ത മഹാരാജാവ് സഞ്ചരിച്ച് സരസ്വതീ നദീ തീരത്തെത്തിയത്. അപ്പൊ എത്തിയ സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? തത്ര ഗോമിഥുനം രാജ ഹന്യമാനമനാധവത് ദണ്ഡഹസ്തം ച വൃഷളം ദദൃശേ നൃപലാഞ്ജനം. എന്താ പറയാ, ആര് കണ്ടാലും നിന്ദിക്കത്തക്കൊരു പ്രവൃത്തി, അധാർമികൻ, അങ്ങനെയുള്ള നീചനായിട്ടുള്ള ഒരാള്. എന്നാൽ വേഷം കണ്ടാലോ ഒരു രാജാവ്, രാജകീയ വേഷത്തിൽ വന്നിട്ട് ഈ ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയെ ദണ്ഡഹസ്തം, ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് ആ കാളയെ ഇങ്ങനെ ബലമായിട്ട് അടിക്കുക, പശു അടുത്ത് വെക്കണ പശുവിനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുക, ഇങ്ങനെയുള്ള ഹിംസാ രീതികളൊക്കെ കണ്ടപ്പോ രാജാവിന് സഹിച്ചില്ല. അപ്പോ രാജാവ് നേരെ ചെന്ന് ആ നീചവേഷത്തിൽ, ആ രാജകീയ വേഷത്തിൽ നിൽക്കുന്ന നീചപ്രവൃത്തി ചെയ്യുന്നവനായ ആ ശൂദ്രനാണ് അയാൾ. ആ ശൂദ്രനെ പിടിച്ച് കെട്ടി ബന്ധനസ്ഥനാക്കി. എന്നിട്ട് ചെന്ന് ആ കാളയോട് ചോദിക്കുകയാണ്, നീ ആരാണ്? എന്താണ് ഈ ഒറ്റക്കാലിൽ നടക്കുന്നത്? 3 കാലൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി നിനക്ക്? ഇതിന് കാരണക്കാരൻ ആരാണ്? ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്തില് ഇത്തരത്തിലുള്ള അധർമ്മങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോ അവിടുത്തെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ദുഷ്ടതകൾ കാരണം രാജാവിന്റെ ഐശ്വര്യം, കീർത്തി, സമ്പത്ത്, മാത്രല്ല സ്വർഗപ്രാപ്തി എല്ലാം നശിച്ചു പോവും. അതുകൊണ്ട് എൻ്റെ ഈ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ആരാണ് നിന്റെ ഈ ദുഃഖത്തിന് കാരണക്കാരൻ? അത് എന്നോടൊന്ന് പറയൂ, നേരിട്ട് വിശദീകരിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോ ആ കാള പറയാണ്, നന്ദി മഹാരാജാവേ, വളരെ നന്ദി. എനിക്ക് എൻ്റെ ഈ ക്ലേശത്തിന് കാരണക്കാരനായവനെ ശിക്ഷിക്കാനുള്ള ധൈര്യം അങ്ങേക്ക് തോന്നിയല്ലോ. ആ മനോഭാവത്തിന് എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. പക്ഷേ എൻ്റെ ഈ കാല് പോകാനുള്ള കാരണം ആരാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖത്തിന് കാരണം ആരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ കാള പറയാണ്, സുഖദുഃഖങ്ങൾക്ക് കാരണം, ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം അവരവര് തന്നെ ചെയ്യുന്ന കർമ്മ ഫലം കൊണ്ടാണ് എന്ന് മീമാംസകന്മാര് പറയുന്നു. ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാം ഈശ്വരനാണ്, ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആ യോഗികൾ പറയാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം അവരവര് തന്നെയാണ്. അപ്പൊ വേറെ ചില ആൾക്കാർ പറയാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം എന്താണെന്ന് പറയാനോ അതിനെക്കുറിച്ച് വിവരിക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം തന്നെയാണ് സുഖദുഃഖത്തിന് കാരണം എന്ന് ഈശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ പറയുന്നു. വേറെ ചില ആൾക്കാർ പറയാണ് സുഖാനന്തരം ദുഃഖം, ദുഃഖാനന്തരം സുഖം. ശീതം കഴിഞ്ഞാൽ ഉഷ്ണം, ഉഷ്ണം കഴിഞ്ഞാൽ ശീതം, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ സുഖദുഃഖങ്ങളും ഇതുപോലെ വരുന്നതാണെന്ന് വേറെ ചിലർ പറയുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, ചിലർ അനുകൂലിച്ചും ചിലർ പ്രതികൂലിച്ചും ഇങ്ങനെ പറയുമ്പോൾ ഈ ദുഃഖത്തിന് കാരണം ആരാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാജാവ് കയറി പറയാണ്, പരീക്ഷിച്ച്, ഹേ വൃഷഭശ്രേഷ്ഠ, അങ്ങ് സാക്ഷാൽ ധർമ്മദേവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അങ്ങയുടെ 3 കാലുകൾ നഷ്ടപ്പെടാൻ കാരണം ഇവിടെ നടക്കുന്ന ഗർവ്, മതം മുതലായിരിക്കുന്ന ദുഷ്പ്രവൃത്തികൾ കാരണമാണ്. സത്യം, ശൗചം, ദയ മുതലായിരിക്കുന്ന ആ കാലുകൾ, ധർമ്മം മുതലായിട്ടുള്ള കാലുകളിൽ നിന്ന് 3 നഷ്ടപ്പെടാൻ കാരണം അധർമ്മമാണ്.
അതുകൊണ്ട് ഈ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കാം. ആ നിൽക്കുന്ന പശു ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയത് ആലോചിച്ചിട്ട് തനിക്കിനി ആരാ ആശ്രയമുള്ളത്, ഈ ഭൂമിയെ ആര് പരിപാലിക്കും എന്ന് ആലോചിച്ചിട്ട് കരയുന്ന ഭൂമിദേവിയാണ് ആ നിൽക്കുന്ന പശു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് രാജാവിന് ആ ശൂദ്രന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന, രാജാവിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ആ കലിയോട് ദേഷ്യം വന്നു. എന്നാൽ നിങ്ങൾക്ക് ദുഃഖകാരണക്കാരനായിരിക്കുന്ന ഈ കലിയെ ഞാൻ ഇപ്പോൾ നിഗ്രഹിക്കാമെന്ന് പറഞ്ഞ് തൻ്റെ വാളെടുത്തിട്ട് ആ കലിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ കലിക്ക് ഭയമായി, തന്നെ ഇപ്പൊ ഈ രാജാവ് കൊല്ലും എന്ന് ഭയപ്പെട്ടിട്ട് കൈക്കൂപ്പി വേഗം രാജാവിൻ്റെ കാൽക്കലങ്ങോട്ട് വീണു. അപ്പൊ ക്ഷതാത്രായതേതി ക്ഷത്രിയ എന്നാണ്. അപ്പൊ ആപത്തിൽ രക്ഷിക്കണല്ലോ, തന്നെ അഭയം പ്രാപിച്ചവനെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ രാജാവ് ആ കലിയെ ശിക്ഷിച്ചില്ല എന്ന് പറയണെന്ത് നതേ ഗുഡാകേശയശോധരാണാം ബദ്ധാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് ന വർത്തിതവ്യം ഭവതാ കഥഞ്ചന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധോ. ഓ, അർജുനന്റെ ആ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന രാജാക്കന്മാരെ ആയിരിക്കും രാജവംശത്തിലുള്ള എന്നെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ അഭയം പ്രാപിച്ച് നിനക്ക് ഒരിക്കലും ഭയം വേണ്ട. എന്നാൽ നീ അധർമ്മ ബന്ധുവാണ്, അധർമ്മം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ ഈ രാജ്യത്ത് നീ വസിക്കാൻ പാടില്ല. എന്താ എൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത? ബ്രഹ്മാവർത്തം എന്നാണ് ഇതിന് പറയുക ഈ പ്രദേശത്തിന്. സരസ്വതി, ദൃഷദ്വതി എന്ന 2 പുണ്യ നദികളുടെ അന്തരത്തിൽ ഉള്ളൊരു പ്രദേശമാണ് ഈ ബ്രഹ്മാവർത്തം. ആ ബ്രഹ്മാവർത്തത്തിൽ ചെയ്യുന്ന യാഗാദി കർമ്മങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും സത്ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പൊ ആ ബ്രഹ്മാവർത്ത യാഗം, യജ്ഞം, തപസ് മുതലായൊക്കെ ചെയ്യുന്ന പ്രദേശങ്ങളെയൊക്കെ ബ്രഹ്മാവർത്തം എന്ന് പറയാം. അപ്പൊ എൻ്റെ ഈ രാജ്യത്ത് ശ്രീകൃഷ്ണ ഭക്തിയുള്ളവരാണ്, ശ്രീകൃഷ്ണനെ ധ്യാനിച്ചിരുന്നവരാണ്. ആ ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകി ആ ശ്രീകൃഷ്ണ ധർമ്മത്തെ പരിപാലിക്കുന്ന എൻ്റെ രാജ്യത്ത് നിനക്കിനി സ്ഥാനമില്ല, നീ ഇവിടുന്ന് പോയേ മതിയാവൂ എന്ന് പറയാണ് പരീക്ഷിത്ത്. അപ്പോൾ ആ കലിക്ക് ആകെ വിഷമായി. അപ്പൊ രാജാവ് പറയാണ്, അപ്പൊ എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണൻ, ഈ ഭഗവാൻ വായു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് പ്രാണവായുവായിട്ട് ഉള്ളിൽ കുടികൊള്ളുന്നു. അതേ വായു തന്നെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വായുരൂപത്തിൽ പെരുമാറുന്നത് പോലെ സാക്ഷാൽ ശ്രീഹരി അന്തര്യാമിയായിട്ട് ഓരോരുത്തരുടെ ഉള്ളിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. ആ ഭഗവത് ഭക്തിയുള്ള അടുത്ത് കലി ബാധിക്കാൻ പാടില്ല, കലി വരാൻ പാടില്ല. അപ്പൊ കലിക്ക് വിഷമായി. കലി പറയാണ്, എത്ര ക്വജനവത്സ്യാമി സാർവഭൗമതവാജ്ഞയ ലക്ഷയേ തത്ര തത്രാപി ത്വാമാത്തേഷു ശരാസനം. മഹാരഥനായല്ലോ പരീക്ഷിത് മഹാരാജാവേ, ഞാൻ എവിടെ ഇരിക്കേണ്ടത്? അങ്ങ് പറഞ്ഞു തരൂ, ഞാൻ ഇരിക്കേണ്ട സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നു കൊള്ളാം എന്ന് കലി കൂപ്പുകൈകളോടുകൂടെ രാജാവിനോട് അപേക്ഷിച്ചു. അപ്പോ അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയേ ദദൗ ദ്യൂതം പാനം സ്ത്രിയസൂന എത്ര അധർമ്മശ്ച ദുർവിധഃ. നിനക്ക് ഞാൻ 4 സ്ഥാനം തരാം. ദ്യൂതം, ചൂത് കളിക്കുന്ന സ്ഥലത്ത്. പാനം, മദ്യപാനം ചെയ്യുന്ന ആൾക്കാരില്. സ്ത്രീയ, സ്ത്രീ സേവ ചെയ്യുന്ന ആൾക്കാരില്. ഹിംസ, പ്രാണിഹിംസ, മറ്റേ ഹിംസ ചെയ്യുന്ന ആൾക്കാരിൽ ഇവിടെയൊക്കെ താമസിച്ചോളൂ എന്ന് പറയണം. അപ്പം നിനക്ക് 4 ഗുണങ്ങൾ തരാം. എന്താണ് ഈ 4 സ്ഥാനങ്ങൾ? 4 ഗുണങ്ങളിൽ ദ്യൂതം, ചൂതുകളിയിൽ അസത്യം, സത്യം കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം അസത്യം. അപ്പം കലിയുടെ ഒരു സ്ഥാനം അസത്യമാണ് ചൂതുകളിക്ക്. 2ാമത്തെ സ്ഥാനം മദ്യപാനം ചെയ്യുന്നവർക്ക് മതാണ് ഉണ്ടാവുക. ഞാനോ നീയോ ഒന്നും ബോധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള മതമാണ് മദ്യപാനികൾ ഉണ്ടാവുക. സ്ത്രീ സേവയോ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സദാചാര നിഷ്ഠയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ആസക്തി, സ്ത്രീ സേവ ചെയ്യുന്നവരിൽ ആസക്തി എന്ന ഗുണം മാത്രമല്ല, സൂനം, എന്താണ്? ഹിംസ, വധം ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ദോഷം ക്രോധാണ്. അതുകൊണ്ട് അസത്യം, മതം, ക്രോധം, ആസക്തി എന്ന 4 ഗുണങ്ങളോട് കൂടിയിട്ട് ദ്യൂതം, ചൂതുകളി, മദ്യപാനം, സ്ത്രീ സേവ, ഈ ഹിംസ എന്നീ സ്ഥലങ്ങളിൽ 4 ഗുണങ്ങളോടുകൂടി നീ താമസിച്ചോളൂ എന്ന് പറഞ്ഞു.
ഇപ്പൊ കലിക്ക് സന്തോഷായില്ല. ഇപ്പൊ കലി പറയാണ്, പുനശ്ചയാചമാനായ ജാതരൂപമദാത് പ്രഭു. എന്താ വീണ്ടും പറഞ്ഞു, എനിക്ക് ഈ 4 ഗുണങ്ങളും ഒരുമിച്ച് വസിക്കാവുന്നൊരു സ്ഥാനം എനിക്ക് തരൂ രാജാവേ എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ യാചിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? സ്വർണം ഇരിപ്പിടായിട്ട് കൊടുത്തു. അപ്പൊ ഈ സ്വർണത്തിന് എന്തിനാ ഇരിപ്പിടായിട്ട് കൊടുത്തത്? സ്വർണം കലഹത്തിന് കാരണമാണ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മൂലക്കിൽ സുലഭം, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കനകത്തിൽ സ്വർണത്തിൽ വസിച്ചാൽ അവിടെ അങ്ങനെ അധർമ്മം, അസത്യം, ക്രോധം ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ ഗുണങ്ങളും സ്വർണത്തിലുണ്ടാകും എന്ന് തന്നെ സ്വർണത്തിലും കൂടി വസിക്കാനുള്ള അനുഗ്രഹം കൊടുത്ത് ആ കലിയെ പറഞ്ഞയച്ചു പരീക്ഷിത്ത് മഹാരാജാവ്. അങ്ങനെ സന്തുഷ്ടനായ കലി അവിടുന്ന് പുറപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാര്, സത്യം പരിപാലിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര്, അഹംഭാവമില്ലാതെ ധാർമ്മിക മാർഗത്തൂടെ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര് കലിയുടെ ആസ്ഥാനമായ ഈ അധർമ്മ സ്ഥാനങ്ങൾ ആശിക്കരുത്, അതിൽ വസിക്കരുത്, അതിനെ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നർത്ഥം. കാരണം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിരിക്കുന്നത് തന്നെ ഭഗവത് കാരുണ്യം കൊണ്ടാണ്. ആ ഭഗവത് കാരുണ്യത്തിന് വേണ്ടി ചിന്തിക്കാതെ, ആ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ചിന്തിക്കാതെ പകരം ആസക്തിയിലും മതത്തിലും മുഴുകി നമ്മുടെ ജായതേ ഭൂയോ ഘടീയന്ത്രവസദ, അതിൽ ജനനം മരണം പുനരഭിജനനീ ജഠരേ ശയനം, ഇങ്ങനെയുള്ള ആ ആവർത്തനമായിരിക്കുന്ന കർമ്മങ്ങളിൽ നമ്മൾ പെടാതിരിക്കാൻ ഈ കലിയുടെ ആസ്ഥാനമായ അധർമ്മ ആ ഗുണങ്ങളെ നമ്മൾ ആരും ആശ്രയിക്കരുത്, സേവിക്കരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പരീക്ഷിത്ത മഹാരാജാവ് കാളകയ്ക്ക് 4 കാലുകളും സത്യം, ശൗചം, ദയ, തപസ് മുതലായ 4 കാലുകളും അനുഗ്രഹിച്ചു കൊടുത്ത് സന്തോഷമായിട്ട് പോകാനായിട്ട് പറഞ്ഞ് ആ പശുവിനെയും ആശ്വസിപ്പിച്ചു. അവൾക്ക് വേണ്ട കൊടുത്ത് പറഞ്ഞയച്ചു നടത്തും. അങ്ങനെ ഇപ്പൊ രാജാവ്, ആ സന്തുഷ്ടനായ രാജാവ് തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ധാർമ്മികനായി ധർമ്മബോധത്തോടുകൂടെ രാജ്യം ഭരിച്ചിരിക്കുന്ന കാലത്ത് മഹാമഹിമയുള്ളവനായ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് രാജാവിന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ആ പരീക്ഷിത് മഹാരാജാവ് അമ്മയുടെ ഉദരത്തിൽ മരിക്കാതിരുന്നത് പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് മഹാഭക്തനായ ആ രാജാവ് സുഖമായിട്ട് അങ്ങനെ കഴിയുന്ന കാലത്തെങ്കിലും ഒരിക്കൽ നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നായാട്ട് രാജാക്കന്മാരൊരു വിനോദമാണ്. അങ്ങനെ നായാട്ടിന് വേണ്ടി പോയപ്പോൾ ഹിംസ ചെയ്യുമെങ്കിലും അതൊരു ഹിംസയായിട്ട് കണക്കാക്കില്ല, രാജാവിൻ്റെ ഒരു വിനോദമായതുകൊണ്ട് നായാട്ടിന് വേണ്ടി രാജാവ് പോയതാണ്. അങ്ങനെ നായാടി തളർന്ന് വിശപ്പും ദാഹം സഹിക്കുകയുണ്ടേ. അപ്പം അങ്ങനെ ചുറ്റി സഞ്ചരിച്ചൊരു ആശ്രമം കണ്ടു. ശമീക മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. ആ ആശ്രമത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. അവിടെ ചെന്നിടുമ്പോൾ ഈ ദാഹജലം തരുമെന്നാണ് ചോദിക്കാൻ ചെല്ലണത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹമാകട്ടെ, ആ ശമീക മഹർഷിയാകട്ടെ അതീവ ജ്ഞാനിയാണ്, ധ്യാനനിഷ്ഠനാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇരുന്നിരുന്നത്? സകല ഇന്ദ്രിയങ്ങളെയും മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ച് ആ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഈ 3 അവസ്ഥകളും കഴിഞ്ഞ് തുരീയാവസ്ഥയെ പ്രാപിച്ച് ധ്യാനനിഷ്ഠനായി ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ഒന്നും അറിയാതെ ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ മഹർഷിയോടാണ് രാജാവ് ചെന്നിട്ട് അല്പം ജലം തരുമെന്ന് പറഞ്ഞു. രാജാവ് കേട്ടില്ല. എന്താ? ബാഹ്യസ്പർശേഷു അസക്താത്മാ, എല്ലാ ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളിൽ നിന്നും അസക്തനായിട്ട് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് അതിനെയൊക്കെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് പരമാത്മാവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഈ പ്രപഞ്ചത്തിലെ ശബ്ദാദി വിഷയങ്ങളൊന്നും തന്നെ മഹർഷി അറിയണില്ല. അതുകൊണ്ട് ഈ ചോദിച്ചതൊന്നും കേട്ടില്ല എന്നർത്ഥം. എന്നാൽ രാജാവ് എന്ത് വിചാരിച്ചു? ഞാൻ രാജാവല്ലേ, എനിക്ക് നല്ല ആസനം തരും, ഇരിപ്പിടം തരും, അല്ലെങ്കിലും ഉപചാരപൂർവ്വമുള്ള പൂജ സാധനങ്ങൾ തരും, അല്ലെങ്കിൽ നല്ല സൗമ്യമായ വാക്കുകളോട് ചോദിക്കും. ഇങ്ങനെയുള്ള അതൊക്കെ പ്രതീക്ഷിച്ചു. രാജാവാണല്ലോ, അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ മഹർഷിയിൽ നിന്ന് യാതൊരു അനക്കൊരു ശബ്ദവും ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോൾ ദേഷ്യം വന്നു. സാധാരണ മനുഷ്യ സ്വഭാവമാണത്. ഈ മഹർഷിയായിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ആ നേരത്ത് വന്നില്ല.
കാരണം എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. വിശപ്പോ ദാഹോ വേറെ എന്തെങ്കിലും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സുഖമോ ദുഃഖമോ ഒന്നും ചിന്തിക്കില്ല, അവരവരുടെ കാര്യം വേഗം നടന്നു കിട്ടണമെന്നാണ്. രാജാവിനും അതാ തോന്നിയത്. അങ്ങനെ ചോദിച്ച് മിണ്ടാതിരുന്നപ്പോൾ ദേഷ്യം വന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവിടെ ചത്തപ്പാമ്പിനെ കിടക്കുന്നുണ്ട്. അതിനെ വേഗം കൈകൊണ്ട് എടുക്കില്ലല്ലോ, തൻ്റെ വില്ലോണ്ട് എടുത്ത് ഒരു മാല ഇടുന്ന പോലെ രാജാവിൻ്റെ കഴുത്തൊരു മാലയായിട്ട് ആ ചത്തപ്പാമ്പിനെ കൊണ്ടിട്ടു. എന്നിട്ട് കോപടങ്ങിയില്ല, എന്നാലും തിരിച്ചു പോയി വേഗം എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് ശമീക മഹിഷ മകനായിട്ടുള്ള ശൃംഗി ഈ വിവരം അറിയാനിടയായി. തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്തപ്പാമ്പിനെ പരീക്ഷിത്ത് മഹാരാജാവ് ഇട്ടിരിക്കുന്നു എന്ന്. അപ്പം അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ദേഷ്യം വന്നു. ചെറിയ ബാലനാണ്, ചെറിയ കുമാരനാണ്. അപ്പം ദേഷ്യം വന്നു. അപ്പം ആ കുട്ടി പറയാണ്, ആ കുട്ടി മനസ്സിൽ വിചാരിക്കാണ്, ഈ രാജാക്കന്മാരെ എത്ര അധാർമികളും സ്വാർത്ഥരുമാണ്. ഈ മുനിമാരെയൊക്കെ എന്താ പറയുക, ആശ്രയിക്കേണ്ടവരും വന്ദിക്കേണ്ടവരുമാണ് രാജാക്കന്മാര്. കാരണം ഈ രാജാക്കന്മാർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന യാഗാദികളും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ് ഈ ഋഷിമാര്. ഈ ഋഷിമാരെ ബഹുമാനിക്കാത്ത രാജാവ് എന്താ അങ്ങനെ വരാൻ കാരണം? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇവിടെ നിന്ന് പോയത് കൊണ്ടാണ് ബ്രാഹ്മണാദികളായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന മുനിമാരെ രക്ഷിക്കേണ്ടവരായ രാജാവ് ഇങ്ങനെ അധർമ്മിയായി തീർന്നത്. ഈ അധർമ്മിയായിട്ടുള്ള രാജാവിന് തക്ക ശിക്ഷ ഞാൻ തന്നെ കൊടുക്കാം എന്ന് ആ കുട്ടി തീരുമാനിച്ചു. അങ്ങനെ പറയാണ്, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ടവനായ രാജാവിന് ജീവനുള്ള ഉഗ്രവിഷമുള്ള തക്ഷകൻ ദംശിച്ച് ഇന്നേക്ക് 7-ാം നാൾ മരണം പ്രാപിക്കാൻ ഇടവരട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അപ്പോൾ വെറും ബാലനായി കുട്ടി പോലും ശപിച്ചാൽ ഫലിക്കണമെങ്കിൽ ആ കലികാലത്തിൻ്റെ വൈഭവം എത്രയാ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോലെ തപശക്തിയോ ഒന്നും ഈ കുട്ടിക്ക് ആയിട്ടില്ലെങ്കിലും ആ കുട്ടിയുടെ വാക്ക് സത്യമായി വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും അങ്ങനെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാം, ഓ പറഞ്ഞത് ശരിയായോ തെറ്റായോ എന്നുള്ള ചിന്ത വരാം. കുട്ടി ഇതൊന്നും ആലോചിക്കണം. നേരെ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ പാമ്പിനെയും കഴുത്തിട്ടിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ സങ്കടമായി ഗംഭീരമായിട്ട് കരഞ്ഞു ആ കുട്ടി. കുട്ടിയുടെ തേങ്ങില കരച്ചിൽ കേട്ടപ്പോഴാണ് മഹർഷി കണ്ണു തുറന്നത്. കണ്ണു തുറന്നപ്പോൾ എന്താ മകനെ കരയണമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അറിയണത്. അദ്ദേഹത്തിന് യാതൊരു പരിഭവം തോന്നിയില്ല. വേഗാ പാമ്പിനെ അവിടെ എടുത്തിട്ടു. എന്നിട്ട് കുട്ടി പറയണം, അച്ഛൻ്റെ ശരീരത്തിൽ ഈ പാമ്പിട്ട രാജാവിനെ ശപിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമാവണം വേണ്ടത്. സാധാരണഗതിയിൽ ഇന്നത്തെ അച്ഛനന്മാരൊക്കെ അങ്ങനെയാണ്. എന്താ കാരണം വെച്ചാൽ മക്കൾ കേമന്മാരാണെന്ന് എല്ലാവരും വിചാരം. അവർ പറഞ്ഞൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരൊക്കെ കേമന്മാരാക്കുന്ന ഒരു വാസനയാണ് ഇന്നത്തെ ആൾക്കാർക്കുള്ളത്. എന്നാൽ ഈ മഹർഷിയാകട്ടെ മകനെ അഭിനന്ദിച്ചില്ല. രാജാവിനെ ശപിച്ചു എന്നറിഞ്ഞ മകനെ ആ മഹർഷി അഭിനന്ദിച്ചില്ല. മകനെ നീ ചെയ്തത് വളരെ തെറ്റായി പോയി. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവും മഹാവിഷ്ണു തന്നെയാണെന്നാണ് പറയണത്. രാജ്യം ഭരിക്കാനുള്ള ആ പ്രാപ്തിയും കഴിവും ഒക്കെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെതാണ്. അതുകൊണ്ട് മഹാവിഷ്ണുവായി രാജാവെന്ന പേരിലുള്ള ഈ മഹാവിഷ്ണുവിനെ ശപിച്ചത് ഉചിതമായില്ല. അതുകൊണ്ട് അദ്ദേഹം മരിച്ചാൽ ഈ രാജ്യത്ത് ഇനി ഉണ്ടാവാൻ പോകുന്നത് അധർമ്മമാണ്. അധർമ്മം കൊണ്ട് അധർമ്മം വർദ്ധിച്ചാലോ ഇവിടെ ഉണ്ടാകേണ്ടതായ ബ്രാഹ്മണാദി വർണ്ണങ്ങൾ വെച്ചാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വർണ്ണങ്ങളിൽ ഉണ്ടാകേണ്ടതായ ആ ധർമ്മ പരിപാലനം. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ബ്രാഹ്മണർക്കൊരു ധർമ്മം, ക്ഷത്രിയർക്കൊരു ധർമ്മം. അങ്ങനെയുള്ള ആ ധർമ്മങ്ങളൊക്കെ ഇല്ലാതാകും. മാത്രല്ല ബ്രഹ്മചര്യാദി ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങളിലും അനുഷ്ഠിക്കേണ്ടതായ ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വേദോക്തമായിരിക്കുന്ന ഈ അനുഷ്ഠാനങ്ങളും ഭേദങ്ങളും ഒക്കെ ഇവിടെ നശിക്കും, ഇല്ലാതാകും. അപ്പൊ അതെന്താണ്ടാവുക? ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. അധർമ്മ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അർജുനൻ പറയുന്നതാണ്, അധർമാഭിഭവ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷ ലുപ്ത പിണ്ഡോദകക്രിയാഃ. അധർമ്മം നശിച്ചാൽ എന്താണ്? ബ്രാഹ്മണർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവില്ല. അവർ ക്ഷത്രിയന്മാരെ ധർമ്മം ചിലപ്പോൾ അനുഷ്ഠിക്കും, ക്ഷത്രിയന്മാർ ചിലപ്പോൾ ബ്രാഹ്മണധർമ്മം അനുഷ്ഠിക്കും, വൈശ്യന്മാർ ചിലപ്പോൾ ശൂദ്രധർമ്മം അനുഷ്ഠിക്കും. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം അനുസരിച്ച് ജീവിക്കണം എന്നാണ് നമ്മൾ ഗീതയിലും എല്ലാറ്റിലും പറഞ്ഞിരുന്നത്. വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് സപ്തമസ്കന്ധത്തിൽ. അപ്പോൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ അതാത്
നിയമപ്രകാരം വേദോക്ത പ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ്. അതൊക്കെ തെറ്റിപ്പോവും അധർമ്മം വന്നാൽ. അതുകൊണ്ട് കുലം തന്നെ നശിച്ചു പോവും. കുലം നശിച്ചു പോയാലോ എല്ലാവരും സദാചാരമൊക്കെ പോയി ദുരാചാരികളാവും. വർണ്ണസങ്കരം വരും. ഈ കലികാലത്ത് ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ് വർണ്ണസങ്കരം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. വർണ്ണസങ്കരം വന്നാലോ എന്തുണ്ടാകും? പിതൃക്കൾക്കൊക്കെ ലുപ്ത പിണ്ടോദകക്രിയ, പിതൃക്കൾക്ക് ലഭിക്കേണ്ടതായ പിണ്ടം, ഉദകക്രിയ മുതലായതൊക്കെ നഷ്ടാവുന്നു. അപ്പോൾ വർണ്ണസങ്കരം വധിച്ചിരുന്ന മക്കളിൽ ചെയ്യുന്ന പിണ്ടോദക ക്രിയകളൊന്നും അവർക്ക് വേണ്ട പോലെ ആവില്ല എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം നശിക്കും. അതുകൊണ്ട് ഈ രാജാവ് എന്ന പേരുള്ള വിഷ്ണുവിനെ നീ ശപിച്ചത് തെറ്റായി പോയി. ചെറിയൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അതിനാ നീ ഇത്ര വലിയ ശിക്ഷ കൊടുത്തത്. ചെയ്യാൻ പാടില്ല എന്ന്. നോക്കൂ, അദ്ദേഹത്തിന്റെ ആ ഉപദേശം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ എങ്ങനെയുള്ളവനായിരിക്കണം? അതാണ് ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഗുരുർന്ന സസ്യാദ് സ്വജനോ ന സസ്യാദ് പതിർന്ന സസ്യാദ് ജനനീന സാസ്യാദ്. എന്താ പറഞ്ഞത്? ഗുരു ആവണമെങ്കിൽ, ഒരു ഗുരു എന്നുള്ള പേരിനെന്താ? അജ്ഞാനം നീക്കി ജ്ഞാനം കൊടുക്കുന്നവനാണ് ഗുരു. എന്താണ് നമ്മളുടെ അജ്ഞാനം? ഞാൻ എന്ന ഭാവം, ഞാനാണ് കേമൻ, എന്നേക്കാൾ കേമൻ ആരുമില്ല എന്നുള്ള ആ ഭാവമാണ് നമ്മുടെ അജ്ഞാനം. ആ അജ്ഞാനം കൊണ്ടാണ് നമ്മളെല്ലാ ധർമ്മങ്ങളും ചെയ്യുന്നത്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് എല്ലാം എന്ത് പഠിക്കണം, സയൻസ് ആണെങ്കിലും കണക്കാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്തും ഒക്കെ പഠിപ്പിക്കേണ്ടത് ഗുരു. ആ ഗുരു ഇതൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ വേദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെ, ഗണിതശാസ്ത്രം എല്ലാം വേദങ്ങളിൽ നിന്നായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ആ വേദോക്തമായിരിക്കുന്ന ശാസ്ത്രമാണെന്ന് പഠിക്കുന്നതെന്നും ആ പഠനത്തിലൂടെ, ശാസ്ത്ര അഭ്യസനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള മാർഗം കൂടി ഉപദേശിച്ചു കൊടുക്കണം ഗുരു എന്നർത്ഥം. അങ്ങനെയുള്ള ഒരാളെ ഗുരു ആവുള്ളൂ. അങ്ങനെ മക്കളെ എല്ലാം അവർക്ക് സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവരെയും സദാചാരത്തിലൂടെ വളർന്ന് ഈശ്വരനാണ് എല്ലാറ്റിനും കാരണക്കാരൻ, ആ ഈശ്വരനെ മറന്ന് ജീവിക്കരുത് എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റാത്തൊരച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, ബന്ധുക്കളല്ല. എന്താ കാരണം? സമുപേത മൃത്യും. നമ്മൾ ഓരോ ദിവസവും മരണത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മരണത്തിലേക്കുള്ള ദീർഘം കുറഞ്ഞു വരികയാണ്. അപ്പൊ ആ മരണത്തിലേക്ക് പോകുന്ന നമുക്ക് ആ മരണം എന്നത് അങ്ങനൊന്നും ഇല്ല, മരണമില്ല. എന്താ കാരണം? ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യർത്തെ നത്വം ശോചിതുമർഹസിന. ജനിച്ചവന് മരിക്കണം, മരിച്ചവന് ജനിക്കും വേണം. നമുക്കത് പരിഹരിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിനാ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നത്? അപ്പൊ ആ മരണം എന്ന് പറഞ്ഞ ഒന്നും ഇല്ല. കാരണം ആത്മാവാണ്. ആത്മാവ് ഒരിക്കലും മരിക്കില്ല, ആത്മാവിന് മരണമില്ല. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കില്ല. ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവ് ഒരിക്കലും നശിക്കില്ല. കാരണം ആ ആത്മാവിനെ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കാനോ, വെള്ളത്തിലിട്ട് കുതിർത്താനോ, തീ കൊണ്ട് ദഹിപ്പിക്കാനോ, കാറ്റുകൊണ്ട് ശോഷിപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ല ആത്മാവിനെ. ശരീരത്തെ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ശരീരബോധം ഇല്ലാതാക്കണം. ആ രാജാവിനെ നീ ശപിച്ച് ശരിയായില്ല എന്ന് ആ മകനെ ഉപദേശിച്ച ആ അദ്ദേഹമാണ് യഥാർത്ഥ ഗുരു എന്ന് പറയണം. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തില്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല എന്ന് പറയണം. മാത്രമല്ല, തന്നെ ഇങ്ങനെ അപമാനിച്ച രാജാവിനോട് അദ്ദേഹത്തിന് യാതൊരു പരിഭവം തോന്നിയില്ല, ഒരു വിഷമം തോന്നിയില്ല. അതാരുടെ ലക്ഷണ? മഹാന്മാരുടെ ലക്ഷണമാണ്. മഹാജനങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കും? ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖം വന്നാൽ ഉത്കണ്ഠേ, എന്താ സംഭവിക്കാൻ പോണം. സന്തോഷം വന്നാൽ അമിതമായ സന്തോഷം, ഇതാണ് നമ്മുടെയൊക്കെ. എന്നാൽ ഇവർക്കാകട്ടെ ദുഃഖമെന്നൊന്നില്ല, അതൊക്കെ സമം. ദുഃഖം വന്നാലും സുഖം വന്നാലും അതൊക്കെ എൻ്റെ ശരീരത്തിനേ ഉള്ളൂ, ആത്മാവിനൊന്നും ഇല്ല എന്നറിഞ്ഞ ജ്ഞാനിയാണ് യഥാർത്ഥത്തിൽ മഹാൻ. അങ്ങനെയുള്ള മഹാൻ, ആ മഹാജന ഗുണവത് വസ്തു സംസർഗാദി സ്വൽപ്പോ വിഗൗരവം പുഷ്പമാലാനുഷങ്കേണ സൂത്രം ശിരസി ധാര്യതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു നൂല് അല്ലെങ്കിൽ ഒരു ചരട് അല്ലെങ്കിൽ വാഴനാര് നിലത്ത് കിടക്കണമെന്ന് വെച്ചാൽ ആരും അത് എടുക്കില്ല.
അതിനെ എൻ്റെ കാലോണ്ട് അങ്ങോട്ട് തട്ടി മാറ്റും. എന്നാൽ അതിൽ കുറച്ച് പൂവൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെന്നല്ലോ, മുല്ലപ്പൂവോ ജമന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിർത്തറിയാതെ അങ്ങനെ തലയിൽ വെക്കുമെന്ന് അർത്ഥം. അപ്പൊ പൂമാലയിൽ ചേർന്നുള്ള നാരും മേവുന്നു മൗലിയിൽ, ആ പൂമാലയോടുകൂടി ചേർന്നത് കൊണ്ട് ആ നാരിന് മഹത്വം കിട്ടിയെന്ന്. അങ്ങനെയുള്ള മഹാജനങ്ങളായിട്ടുള്ള സംസർഗം കൊണ്ട് നിസ്സാരന്മാര് പോലും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരും എന്ന് പല പല കഥകളും ഭാഗവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ആ ഗുരു അദ്ദേഹം ഈ മകനോട് പറയുകയാണ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ചിന്തിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ മാറ്റം വന്നേ. കഷ്ടേ, അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ രാജാവിന് മനസ്സിനാകെ ചിന്ത വന്നു. ഞാൻ ചെയ്ത് തെറ്റായി പോയില്ലോ, ഞാൻ ചെയ്ത അവിവേകമായി പോയി. ജ്ഞാനിയും സത്വനിഷ്ഠനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ശപിച്ചുവല്ലോ. ഞാൻ ശപിച്ചത് വളരെ തെറ്റായി. ഇതിൽ തക്കൊരു ശിക്ഷ എനിക്ക് ലഭിക്കാതിരിക്കില്ല. ഞാൻ ചെയ്ത അധർമ്മത്തിന് എനിക്ക് ശിക്ഷ ലഭിക്കും. നമ്മളാരും ചിന്തിക്കില്ല നമ്മൾ ചെയ്ത് ശരി എന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. എന്നാൽ ഇദ്ദേഹം ഈ പരീക്ഷിത മഹാരാജാവ് ജ്ഞാനിയും കൂടിയാണ്. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെയ്തു എന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് പശ്ചാത്താപമായി. അപ്പൊ പാപമുക്തി എന്നാണ്. പശ്ചാത്താപം കൊണ്ട് പാപത്തിന് മോചനം കിട്ടുന്ന. അപ്പൊ അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ്, എന്ത്, ഞാൻ ചെയ്ത അധർമ്മമായി, ഈ അധർമ്മത്തിന് എനിക്ക് തക്ക ശിക്ഷ കിട്ടും. പക്ഷേ അതിനെന്തു ചെയ്യും? ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എൻ്റെ അഹംഭാവമാണ്. എന്താണ് അഹംഭാവം? ആഢ്യോഹം, ഞാൻ ആഢ്യനാണ്. അഭിജനവാനസ്മി കോന്യോസ്തി സദൃശോമയ, എനിക്ക് തുല്യനാരുണ്ട് ഇവിടെ? ഞാനാണ് കേമൻ, ഞാനാണ് ആഢ്യൻ എന്നുള്ള എൻ്റെ അഹംഭാവം. എനിക്ക് സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്, ഞാൻ രാജാവാണ്, എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല, കലിയെപ്പോലും ഞാൻ നിർത്തിയവനാണെന്നുള്ള ആ ഒരു ഭാവമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിച്ചത്. എനിക്ക് ഈ അഹംഭാവം വന്നത് ആ ഭഗവത് കാരുണ്യം കുറഞ്ഞതുകൊണ്ടാണ് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ശമീക മഹർഷിയുടെ ശിഷ്യൻ വന്നിട്ട് രാജാവിനോട് ഈ ശാപവൃത്താന്തം ശൃംഗി ശപിച്ചു എന്നുള്ള വിവരം അറിയിച്ചത്. അത് കേട്ടപ്പോൾ നമ്മളൊക്കെയാണ് ഈശ്വര എന്നൊക്കെ 7-ാം നാൾ മരിക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? 7 ദിവസം കൊണ്ട് അനുഭവിക്കാൻ സകല സുഖങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനുള്ള വ്യഗ്രതയായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്. പക്ഷെ രാജാവിന് 7 ദിവസം കൊണ്ട് മരണം സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ യാതൊരു വിഷമവും തോന്നിയില്ല, സന്തോഷമാണ് തോന്നിയത് എന്ന് പറയണം. എന്താ കാരണം? ആ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി എളുപ്പാക്കി തന്നു. 7 ദിവസം കൊണ്ട് എനിക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ. അതുകൊണ്ട് ഭഗവാൻ എന്നോട് കാരുണ്യമുണ്ടെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എനിക്കിങ്ങനെ വരുത്തിയല്ലോ എന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. എന്നാൽ അദ്ദേഹം ചിന്തിച്ചതോ, ഞാൻ ചെയ്തത് ഭഗവാൻ എനിക്കൊരു കാരുണ്യമായിട്ട് എന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറന്നു തരാണ് ഭഗവാൻ ചെയ്തത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച ആ പരീക്ഷിത മഹാരാജാവ് ഇനി വിഷയസുഖങ്ങൾ ഒന്നും എനിക്ക് വേണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് വെച്ചത് അതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ചു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതും ഗീതയിൽ പറയുന്നു, ഉദ്ധരേത് ആത്മാനം ആത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഃ. എന്താണ് പറയണത്? നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളോ സങ്കടങ്ങളോ വന്നാൽ അവരോട് ചെന്ന് പറഞ്ഞു അവര് രക്ഷിക്കണേ ഇവര് രക്ഷിക്കണേ എന്നൊന്നും നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട എന്നർത്ഥം. ആത്മാനം ഉദ്ധരേത്, തന്നെ കൊണ്ട് തന്നെ അവരവരെ ഉദ്ധരിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിന് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം കാരുണ്യനിധിയായിരിക്കുന്ന അരൂപിയായിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഭഗവാനേക്കാൾ കേമനായിട്ട് ആരെ എന്നെ സഹായിക്കുക എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഇത്തരത്തിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പരീക്ഷത്തിന് ആ ബുദ്ധി തോന്നി. അങ്ങനെ പരീക്ഷിത്ത് എന്ത് ചെയ്തു? തന്റെ മകനെ ജനമേജയനെ, അദ്ദേഹം വിവാഹം കഴിച്ചത് ഉത്തരന്റെ പുത്രിയായ ഇരാവതിയെയാണ്. ആ ഇരാവതിയിൽ അതിന് 4 മക്കളുണ്ടായി എന്നാണ്. മൂത്ത പുത്രനായ ജനമേജയനെ അദ്ദേഹം രാജാവായി വാഴിച്ചു. എന്നിട്ട് ആ രാജസുഖത്തിൽ നിന്നും എല്ലാറ്റിൽ നിന്നും അദ്ദേഹം പിന്തിരിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കാൻ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പോകണമെന്ന് വിചാരിച്ചത് ഗംഗാതീരത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗംഗാതീരത്തേക്ക് പോയി അവിടെ ചെന്ന് ധ്യാനിക്കാനായിട്ട് അദ്ദേഹം നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. പ്രായോപവേശം ചെയ്യാമെന്നാണ്. എന്താ പ്രായോപവേശം? മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക. എന്നിട്ട് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ശ്രീകൃഷ്ണൻ അല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയമില്ല എന്ന് മനസ്സിൽ കണ്ടിട്ട് അദ്ദേഹത്തെ ധ്യാനിക്കാനായിട്ട് പുറപ്പെട്ടു, പ്രായോപവേശം ചെയ്തു. ഇതറിഞ്ഞപ്പോ അവിടെ എത്ര മഹർഷിമാരാണ് വന്നതെന്നാ പറയുന്നത്. ച്യവനൻ, അത്രി, വസിഷ്ഠ, ച്യവന, അത്രി മഹർഷി, വസിഷ്ഠൻ, സപ്തർഷികളെ എത്ര ഋഷിമാരുണ്ടോ അവിടെ അവരെല്ലാവരും അവിടേക്ക് വന്നു ചേർന്നു എന്നാ ഇത് കേട്ടറിഞ്ഞിട്ട്.
അതാണ് സദ്ഗുണങ്ങളെ, സത്കീർത്തി, സദ്വചനങ്ങളെ കേട്ട് കഴിഞ്ഞാൽ അറിയാതെ, ആരും ക്ഷണിക്കേണ്ട, അറിയാതെ ആൾക്കാർ വന്നു ചേരും എന്നാണ്. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എല്ലാ മഹർഷിമാരും വന്നു. ഇദ്ദേഹം പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി നടത്തി, ദുന്ദുഭിവാദ്യങ്ങൾ ഘോഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സന്തോഷമായി. രാജാവിന് വിഷമമൊന്നും തോന്നിയില്ല. ആ മഹർഷിമാരൊക്കെ വേണ്ട സ്ഥാനത്ത് ഇരുത്തി രാജാവ് ആ ഗംഗാതീരത്ത് കിഴക്കോട്ട് അറ്റം വരുന്ന രീതിയിൽ ദർഭ വിരിച്ച് ആ ദർഭാസനത്തിൽ ഇരുന്ന് ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിക്കാൻ തീരുമാനിച്ചു. വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ ധ്യാനിക്കാൻ തീരുമാനിച്ച അദ്ദേഹം ഈ ഋഷിമാരോട് ചോദിക്കുകയാണ്, നിങ്ങള് പല സ്ഥലത്തും നിന്ന് വന്നവര്, പല തത്വങ്ങൾ അറിയുന്നവര്, ജ്ഞാനികളായിരിക്കാം, നിങ്ങള് എനിക്കൊരു ഉപദേശം തരൂ. ഞാൻ എന്റെ സ്വകർമ്മ ഇതുകൊണ്ട് എനിക്ക് തക്ഷക ദംശനം വരാം, തക്ഷകനെ കടിച്ചോട്ടെ, എനിക്കതിൽ യാതൊരു പരിഭവമില്ല. എന്നാൽ എനിക്ക് ആ തക്ഷകന്റെ ദംശനം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കാനുള്ള വഴി എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഈ ഭഗവാനെ പ്രകീർത്തിക്കൂ, ഭഗവത് ലീലകൾ പറഞ്ഞു തരൂ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവിടെ വന്ന മഹർഷിമാരോ എല്ലാവരും ഈ രാജാവിന്റെ ചോദ്യം കേട്ടിട്ട് എന്തു ചെയ്താലാണ് 7 ദിവസമുള്ള ഭഗവാനെ കാണുമെന്ന് പറയാൻ അവർക്കാർക്കും സാധിച്ചില്ല. അവര് പറയാണ് എന്തു ചെയ്തു. അവര് ഓരോരുത്തരും ചിന്തിക്കുകയാണ്, സ്വരൂപധ്യാനമാണ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാള വഴി, അല്ല തപസ്സാണ്. ഇങ്ങനെയുള്ള ഓരോരോ അഭിപ്രായങ്ങളും ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ പരീക്ഷിത മഹാരാജാവ് ഈ ഋഷിമാരുടെ മുമ്പിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്ത്? പുനശ്ച ഭൂയാത് ഭഗവത്യനന്ദേ രതിപ്രസംഗശ്ച തദാശ്രയേഷു മഹൽസുയാം യാം ഉപയാന്തി സൃഷ്ടിം മൈത്രസ്തു സർവത്ര നമോ ദ്വിജേഭ്യഃ. എനിക്ക് ഭാഗവത്തിൽ പറയുന്ന വേറെ ശ്ലോകമാണ്, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോയത പ്രഭോ. അതന്നെ പരീക്ഷിച്ച് പറയണം. എന്ത്? എനിക്ക് എത്ര ജന്മങ്ങൾ സിദ്ധിച്ചാലും, സാധാരണക്കാരൻ നമ്മൾ പറയും എനിക്ക് ജന്മം വേണ്ടേ എന്നാണ് പറയാം, എനിക്ക് മതിയായി എന്നാണ് നമ്മൾ പറയാം. എന്നാൽ ഇദ്ദേഹം എത്ര ജന്മം ലഭിച്ചാലും ആ ജന്മത്തിൽ മുഴുവൻ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നവരെ വണങ്ങാനും, അവരെ ആശ്രയിക്കാനും, സർവ പ്രാണികളോടും എനിക്ക് ഭൂതദയ ഉണ്ടാവാനും ആയിട്ട് എല്ലാ ബ്രാഹ്മണരെയും ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വരൂപധ്യാനം വേണം, തപസ് ചെയ്യണം, അല്ല അത് വേണം, അങ്ങനെ ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോഴാണ് തത്രാഗമത് വ്യാസപുത്രോ ഭഗവാൻ യദൃച്ഛയാഗാം അടമാനോ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീ ബാലൈരവധൂതവേഷ. ചില ആൾക്കാര് തപസ്സുമതി എന്ന് കുറെ ആൾക്കാര്, അല്ല സ്വരൂപധ്യാനം വേണം, അതല്ല, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വേദവ്യാസപുത്രനായിട്ടുള്ള ശുഗബ്രഹ്മർഷി വന്നത്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? മുമ്പേ ഭാഗവത ധ്യാന ശ്ലോകത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്, പുത്രേതി തന്മയതയാ തരവോഭിനേതോ. ജനിച്ച ഉടനെ ഉപനയനാദി കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ബ്രഹ്മത്തെ തന്നെ ലീനനായിട്ട് സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ പിന്നാലെ മകനെ പുത്ര 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 എന്ന് വിളിച്ചു വേദവ്യാസ ഋഷി പോയപ്പോ തരവഹ, ജീവജാലങ്ങള്, സർവത്രയുള്ള ജീവജാലങ്ങളാണ് ഇത്രയും വിളി കേട്ടത്. അങ്ങനെ എല്ലാറ്റിലും ലയിച്ച ആ ബ്രഹ്മജ്ഞാനിയാണ് ശുഗബ്രഹ്മർഷി. അതാണ് ആ തത്രാഗമത് ഭഗവാൻ വ്യാസപുത്ര യദൃച്ഛയാ, ആരും വിളിച്ചിട്ടല്ല, യദൃച്ഛയാ അവിടെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളതാ? ഗാം അടമാനോ അനപേക്ഷ. എവിടെ പോണം, എന്തു ചെയ്യണം, ഒന്നും അദ്ദേഹത്തിന് ചിന്തയില്ല. അങ്ങനെ ഗാം ഭൂമിയിൽ മുഴുവൻ അങ്ങനെ സഞ്ചരിക്കുകയാണ് എന്നർത്ഥം. മാത്രല്ല അലക്ഷ്യലിംഗ, ബ്രാഹ്മണാദി ലക്ഷണങ്ങളോ അപ്പൊ പൂണൂലിടുക, ഉപനയനം കഴിക്കുക, എങ്ങനെ യാതൊരു കർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ടില്ല. മാത്രല്ല നിജലാഭതുഷ്ടോ, എന്തു വേണം എന്ത് വേണ്ട കിട്ടിയതുകൊണ്ട് തൃപ്തൻ, ഒന്നും ആവശ്യപ്പെടാറില്ല. അത് ഋഷഭദേവന്റെ ചരിത്രത്തിൽ പഠിക്കുന്ന ശൈവ്രതങ്കോ മൃഗകാകചര്യം. ആൾക്കാരെന്തൊക്കെ പറഞ്ഞു ഈ ഋഷഭദേവനെ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുപ്പുക, മൂത്രമൊഴിക്കുക, വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അദ്ദേഹം അനങ്ങിയില്ല എന്നാ. പെരുമ്പാമ്പിനെ പോലെ, ചിലപ്പോൾ മാനിനെ പോലെ ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിനും ഒന്നിലും താല്പര്യമില്ല എന്നർത്ഥം. മാത്രല്ല
വസ്ത്രഭൂഷണാദികളിലൊന്നും താല്പര്യമില്ലാത്തതിനാൽ അവധൂതവേഷ, അവധൂതനായിട്ട് വസ്ത്രം ധരിക്കണമെന്നോ ഒന്നുമില്ല. ദിഗംബരനാണ് അദ്ദേഹം. എന്താ കാരണം? അദ്ദേഹത്തിന് ശരീരബോധമില്ല. ശരീരബോധമുള്ളവർക്കാണ് ഇന്നര വേഷം ധരിക്കണം എന്നുള്ള ബോധം ഉണ്ടാവും. അദ്ദേഹത്തിന് അതൊന്നുമില്ല. അങ്ങനെ സന്തുഷ്ടനായിട്ട് ഈ നടന്നിരുന്ന ഗൃഹസ്ത്രീ ബാലൈഹി, സ്ത്രീകളും ബാലന്മാരും ചുറ്റുപാടും ആയിരിക്കുന്ന ആ ശുഗബ്രഹ്മർഷി എതിർച്ചയാ അവിടെ വന്നു ചേർന്നു എന്നാണ്. എന്താ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്? മനസ്സില് ഉള്ളു ചുട്ട് നാം ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് ഉപദേശം തരാൻ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് വരും എന്നാണ്. ആ വേദവ്യാസ മഹർഷി മഹാഭാഗവത 17 പുരാണങ്ങളും ഭാരതവും രചിച്ചിട്ടും മനസ്തുഷ്ടിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോ നാരദ മഹർഷി വന്നിട്ടാണ് അദ്ദേഹത്തിന് ആ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. അദ്ദേഹം ഒരു ഗുരുവിനെ ആശ്രയിച്ചില്ല, ഗുരു നേരെ വന്നു എന്നാണ്. അപ്പോ ഗുരു ആർക്കാണ് ഗുരുവിനെ ആവശ്യമെന്ന് ഉള്ളില് അറിയാതെ വന്ന ചിന്ത വന്നാൽ തന്നെ അതറിയുന്നവനാണ് ഭാവഗ്രാഹി ജനാർദ്ദന. ഓരോരുത്തരെയും ഭാവം അറിയുന്നവനാണ് സാക്ഷാത് ജനാർദ്ദനൻ. അതുകൊണ്ട് അവിടേക്ക് ഗുരുവായിട്ട് വന്നു. ആ ധ്രുവൻ തപസ് ചെയ്യാൻ പോകുമ്പോ, വീട് വിട്ടു പോകുമ്പോ ആ കുട്ടിക്ക് ഒരു ബോധമില്ല. 5 വയസ്സായിട്ട് കുട്ടിക്ക് എന്താ ചിന്താഗതി ഉണ്ടാവും? അച്ഛന്റെ മടിയിലേക്ക് അത്ര ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പോകുന്ന കുട്ടിക്ക് സാക്ഷാൽ ഭഗവാന്റെ നാമം, ഭഗവാന്റെ തത്വം, ഭഗവാന്റെ രൂപം ഉപദേശിച്ചു കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞയച്ചു ആരെ? നാരദ മഹർഷിയെ. ഇതാണ്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ള ചിന്താഗതി എന്താണോ അതൊക്കെ അറിഞ്ഞു തരാൻ കഴിവുള്ള ഗുരുവാണ് സാക്ഷാത് ഭഗവാൻ. അപ്പൊ ആ ഗുരുവായിരിക്കുന്ന ശുഗബ്രഹ്മർഷി അവിടെ വന്നു. അങ്ങനെ അപ്പൊ ഈ വന്ന മഹർഷിമാരൊക്കെ കൂടിയിട്ട് ഇദ്ദേഹത്തെ തൊഴുന്നുണ്ട്. അവർക്കൊക്കെയും ഇദ്ദേഹത്തെ ബഹുമാനാണ്. അപ്പൊ ഈ പരീക്ഷത്തിൽ തോന്നി ഇദ്ദേഹം ബഹുമാന്യനാണ്. അദ്ദേഹത്തെ ആദരിച്ചു സ്വീകരിച്ചു ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പൊ അവര് പറയാണ്, ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിനോട് ചോദിച്ചോളൂ, യഥാർത്ഥ ഉത്തരം കിട്ടും എന്ന് പറയാണ്. ആ പരീക്ഷിത് മഹാരാജാവ് ഈ ശുഗബ്രഹ്മർഷിയെ ഗുരുവാക്കിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? പരീക്ഷിത് ശുഗമുനിയെ വന്ദിച്ച് പറഞ്ഞു, എന്ത്? സജ്ജനങ്ങളുടെ അടുത്തേക്ക് സജ്ജനങ്ങളെ കാണുക, ആ സജ്ജനങ്ങളുടെ പാദങ്ങളില് നമസ്കരിക്കുക, സജ്ജനങ്ങളുടെ പാദങ്ങൾ കഴുകുക. ഇതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? സജ്ജനങ്ങൾക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. അവര് പരഹിതേ രഥാഹന. പത്മാകരം ദിനകരോ വികചീകരോധി ചന്ദ്രോ വികാസയതി കൈരവ ചക്രവാളം നാഭ്യർത്ഥിതോ ജലധരോപി ജലം ദദാതി സന്തഃ സ്വയം പരഹിതേ വിഹിതാഭിയോഗാ. നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല ഈ പ്രപഞ്ചത്തിൽ താമരപ്പൂ ഇടുന്നത്. കവി സങ്കല്പാണ് താമരപ്പൂ വിടരുന്നത് സൂര്യോദിച്ചിട്ടാണെന്ന്. അപ്പോ പത്മാകരത്തിനെ, താമരക്കൂട്ടത്തെ സൂര്യൻ വിരിയിക്കുന്നു. അതാരും ആവശ്യപ്പെട്ടിട്ടല്ല. ചന്ദ്രോവികാസേതി കൈരവ ചക്രവാളം, ആമ്പൽക്കൂട്ടത്തെ വിരിയിക്കുന്നത് ചന്ദ്രനാണെന്നാ പറയുന്നത്. അഭ്യർത്ഥിത, നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല. ജലധര ജലം ദദാതി, മേഘം നമുക്ക് വെള്ളം വർഷിച്ചു തരുന്നത് എന്നർത്ഥം. അപ്പൊ ഇത് ആരുടെ സ്വഭാവമാണ്? സന്തഹ, സജ്ജനങ്ങളുടെ. അവരെങ്ങനെയുള്ളവരായിരിക്കും? സ്വയം പരഹിതേ, മറ്റുള്ളവരുടെ ഹിതത്തില്, പ്രിയത്തിലല്ല ഇഷ്ടത്തില്. പ്രിയം ഹിതം രണ്ടും വ്യത്യാസമാണ്. അവരുടെ ഹിതത്തില്, നന്മയില്, ഭാവി നന്മയില് താല്പര്യമുള്ളവരായിരിക്കും സജ്ജനങ്ങള്. അങ്ങനെയുള്ള ആ സജ്ജനങ്ങളുടെ പാദകമലങ്ങളിൽ നമസ്കരിക്കുക, അവരെ പൂജിക്കുക, അവരുടെ പാദപ്രക്ഷാളനം നടത്തുക, അവരോടുകൂടിയുള്ള സംഗമം, സംസർഗം, ഇതൊക്കെ വളരെ ശ്രേഷ്ഠാണ്. അതുകൊണ്ട് ഭഗവാൻ എന്നോട് കാരുണ്യുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഭഗവാൻ തന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. കൃഷ്ണന് എന്നോട് സ്നേഹവായ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ്. എന്നിട്ട് പറയാണ്, അധഃ പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥാ. മ്രിയമാണസ്യ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഈ ലോകത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആവശ്യമുള്ളത് എന്ന് അല്ലയോ യോഗിനാം ഗുരും, യോഗികളുടെ ഗുരുവായിരിക്കുന്ന. എന്താ യോഗി എന്ന് വെച്ചെന്നർത്ഥം? സമത്വം, സമഭാവനയുള്ള, എല്ലാറ്റിനെയും ഈശ്വരനായിട്ട് കാണാൻ കഴിവുള്ള യോഗിമാരുടെ മുഴുവൻ ഗുരുവായിരിക്കുന്ന സാക്ഷാത് ഭഗവാനെ ഞാൻ ചോദിക്കുകയാണ് എന്ന് പറയണം. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? യത് ശ്രോതവ്യമധോ ജപ്യം യത് കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം.
മരണമെടുത്തിരിക്കുന്ന ഓരോ മനുഷ്യരും യത് ശ്രോതവ്യം, എന്താണ് കേൾക്കേണ്ടത്. നമ്മുടെ ചെവിയിലൂടെ നല്ലതും ചീത്തയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആകർഷണം അനുസരിച്ച് ചീത്തയിലേക്കാണെന്ന് വെച്ചാൽ ചീത്തയിലേക്ക് പോകും, നല്ലതിലേക്കാണെന്ന് വെച്ചാൽ നല്ലതിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി തന്നെ. അപ്പൊ അതുകൊണ്ട് മരണമെടുത്തിരിക്കുന്ന ഒരാള് എന്താണ് കേൾക്കേണ്ടത്, ശരിയായിട്ട് ആ ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് കേൾക്കേണ്ടതായിട്ട് എന്താണുള്ളത്. അധോ ജപ്യം, ആരെക്കുറിച്ചാണ് ഞാൻ ജപിക്കേണ്ടത്, ജപിക്കേണ്ട മന്ത്രം, ആരെക്കുറിച്ച് എന്ത് മന്ത്രമാണ് ഞാൻ ജപിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെന്താണ് ചോദിച്ചത്, ഏത് കർത്തവ്യം, ചെയ്യേണ്ടത് എന്താണ്. മരണാസന്നനായിരിക്കുന്ന, മരണടുത്തിരിക്കുന്ന ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്താണ്. സ്മർത്തവ്യം, ആരെയാണ് ഞാൻ സ്മരിക്കേണ്ടത്, ആരെയാണ് ഞാൻ ഓർക്കേണ്ടത്. മക്കളെ കുറിച്ചോ അച്ഛനമ്മമാരെ കുറിച്ചോ സ്നേഹിതന്മാരെ കുറിച്ചോ ആരെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നും എനിക്ക് പറഞ്ഞു തരൂ. പറയാണ് ഭജനീയം, ഭജിക്കേണ്ടതാരെ. ബ്രൂഹിയത്വാ വിപര്യം, ഇതിന് വിപര്യമായിട്ട്, ഇതിന് വിപരീതമായിട്ട് ചെയ്യാൻ പാടില്ലാത്തതെന്നർത്ഥം. കേൾക്കേണ്ടത് എന്താണ്, കേൾക്കാൻ പാടില്ലാത്തത് എന്താണ്. ജപിക്കേണ്ടത് എന്താണ്, ജപിക്കാൻ പാടില്ലാത്തത് എന്താണ്. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്. ഓർക്കേണ്ടത് എന്താണ്, ഓർക്കാൻ പാടില്ലാത്തത് എന്താണ്. വിപര്യം, വിപരീതം. ഇതിന് വിശേഷപ്പെട്ടതായിട്ട് എന്താണുള്ളത് ഒന്ന് പറഞ്ഞു തരൂ ഭഗവാനെ എന്ന് ആ ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷായി. അത് ശരിക്കും യഥാർത്ഥത്തിൽ ഗുരുവിന് നല്ല ശിഷ്യനെ കിട്ടിയാലുണ്ടാവും പരമാനന്ദം. അങ്ങനെ ആ ശിഷ്യൻ ആ പരീക്ഷിത്ത് മിടുക്കനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സന്തോഷായി. അപ്പോൾ ആ ശുഗബ്രഹ്മർഷി പറയാണ്, വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ. തന്റെ ആവശ്യം മാത്രല്ല താൻ ഇപ്പൊ ചോദിച്ചത്, ലോകഹിതം. മരണമെടുത്തിരിക്കുന്നത് എല്ലാവരും ഉണ്ട്, ലോകത്തിൽ എല്ലാവരും ഉണ്ട്. ഈ ലോകക്കാരൊക്കെ ഹിതമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലയോ മഹർഷി, അല്ലയോ രാജാവേ അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് അങ്ങടെ എല്ലാ സാധാരണക്കാരനായിരിക്കുന്ന ഓരോ മനുഷ്യരും ലൗകിക സുഖ വസ്തുക്കളിലാണ് മോഹിച്ചിരിക്കുക. ഈ മരണമെടുക്കും തോറും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മകൾക്ക് കൊടുക്കാനുള്ളത്, മകന് കൊടുക്കാനുള്ളത്, മറ്റവർക്ക് കൊടുക്കാനുള്ളത്, ഭാഗം വെക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാക്ഷാത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാർ അപൂർവമാണ്. അങ്ങ് ചോദിച്ച ചോദ്യം വളരെ യുക്തമാണ്, വളരെ ഉചിതമാണ് എന്ന് പറയണം. അപ്പോ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നിട്ട് അദ്ദേഹം പറയാണ്, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. മനുഷ്യജന്മം ലഭിക്കുന്നത് അപ്പൊ എന്താ പറയണത്, രാജാവ് രാജകുലത്തിൽ ജനിച്ചിട്ടുള്ള ആൾ ചിലപ്പോ നരൻ പെറ്റ് നരൻ ചത്ത് നാരിയായിടുന്നു, ഒരു ചത്ത് അത് കുറുക്കൻ പോയിട്ട് മറ്റേ രാജാവുന്നു, രാജാവ് കുറുക്കനാവുന്നു, ഈച്ച ചത്ത് പൂച്ചയാവുന്നു. ഇങ്ങനെ 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 അനേക ജന്മങ്ങള് ഓരോരുത്തരും ജനിക്കണം. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അർജുനോട്. അർജുനൊരു ചോദ്യം ചോദിച്ചു. അർജുനോട് 4-ാം അധ്യായത്തിൽ അർജുനന് ചോദിക്കുകയാണ്, ഈ തത്വം നിനക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന തത്വം വിവസ്വതയെ പ്രോക്തം, സൂര്യന് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. വിവസ്വാൻ മനവേ പ്രാഹ, വിവസ്വാൻ സൂര്യൻ അത് മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകു മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. പിന്നെ 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 അതിങ്ങനെ ക്ഷയിച്ച് പോയി എന്നർത്ഥം. ഇതാണ് ധർമ്മ. ഓരോരുത്തരുടെയും ഒരാൾ പറഞ്ഞു കേട്ട് മറ്റാൾ പറയുമ്പോൾ അത് കുറച്ചുകൂടിയും കുറയും, മറ്റാൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടിയും കുറയും, ഇങ്ങനെ കുറഞ്ഞു ക്ഷയിച്ചു പോവാണ്. അപ്പോൾ ചോദിക്കുക കൃഷ്ണനോട്, അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ഇപ്പോഴേ ജനിച്ചിട്ടുള്ളൂ, ഞാനും ഇപ്പോഴേ ജനിച്ചിട്ടുള്ളൂ, നമ്മൾ രണ്ടുപേരും ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്, പിന്നെ എങ്ങനെയാ അങ്ങ് ഇത് മുമ്പ് സൂര്യന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ അർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. എനിക്ക് മാത്രമേ അത് അറിയുള്ളൂ, പരമാത്മാവായിരിക്കുന്ന എനിക്ക് മാത്രമേ എത്ര ജന്മങ്ങൾ ഉണ്ടായി എന്നും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നും ഒക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, നിനക്കതറിയാൻ സാധിക്കില്ല എന്ന്. ഇതറിയാൻ സാധിക്കാനുള്ള വിവേക ബുദ്ധിയുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അനേക ജന്മാന്തരങ്ങൾ കഴിഞ്ഞ് പുണ്യപാപങ്ങൾ തുല്യാകുമ്പോഴാണ് അത്രയും മനുഷ്യജന്മം കിട്ടുക. അപ്പൊ ആ മനുഷ്യജന്മം കിട്ടുമ്പോൾ അതാണ് പറയുന്നത്, ജന്മലാഭ പരപുംസാം. മനുഷ്യജന്മം കിട്ടിയാലോ ചിന്തിക്കണം, നമ്മൾ വിവേകപൂർവം ചിന്തിക്കണം. എന്ത്? അന്തേ നാരായണ സ്മൃതി. നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ പരമാത്മാ ചൈതന്യത്തിൽ നിന്ന് വന്ന് സത്കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കാൻ വന്ന നമ്മൾ അത് അനുഷ്ഠിക്കാതെ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകി മുഴുകി മുഴുകി
നശിച്ചു പോവാണ് എന്നും, അതല്ല ഈശ്വര സാക്ഷാത്കാരം നേടി ഈശ്വരനിൽ എത്താമെന്നുമുള്ള രണ്ടു വഴിയെ വേർതിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം. ഈ വിവേകം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ പക്ഷെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് മനുഷ്യൻ വേണ്ടത് അന്തേ നാരായണ സ്മൃതി എന്നാണ്. നാരായണനെ സ്മരിക്കണം എല്ലാവരും. അവസാനം നാരായണനെ സ്മരിക്കാന്ന് വിചാരിച്ചാൽ ഓർമ്മ വരില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഭ്യാസേന തു കൗന്ദേയ, നിരന്തരമായിട്ട് കുറേശ്ശെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞ് പരിശീലിപ്പിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഈശ്വരനെ കുറിച്ച് കുറച്ച് നാമസങ്കീർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുക. നുണ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറേശ്ശെ ഉയർത്തി കൊണ്ടുവന്ന് ആ മനുഷ്യജന്മം കിട്ടിയതിന്റെ ഫലം ലഭിക്കാനായിട്ട് പര്യാപ്തരാക്കണം മക്കളെയും സുഹൃത്തുക്കളെയും അറിയുന്ന ആൾക്കാരെയും ഒക്കെ എന്നർത്ഥം. അതാണ് മനുഷ്യജന്മത്തിന്റെ ഫലം, മനുഷ്യജന്മത്തിന്റെ എന്താ പറയാ ലാഭം, നേട്ടം അതാണ് ഉള്ളത് എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ഇങ്ങനെ ചിന്തിക്കുക? എപ്പോഴും ഭഗവാനെ ചിന്തിച്ചിരിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? എല്ലാ കർമ്മങ്ങളും മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യ സ മാം ഏതി പാണ്ഡവ. മത് കർമ്മകൃത് കായേന വാച മനസേന്ദ്രിയർവ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവാനായിട്ട് ചെയ്യുക. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് മുഴുവൻ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഭഗവാനായിട്ട് സമർപ്പിച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്കതിൽ നിന്ന് ഒരു ബന്ധനം ഉണ്ടാവില്ല എന്നർത്ഥം. കർമ്മബന്ധം ഉണ്ടാവില്ല. ഈ ബന്ധത്തിൽ മുക്തിയാണ് നമുക്ക് വേണ്ടത് എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം ഈ ശുഗബ്രഹ്മർഷി ഇദ്ദേഹത്തിന് ധ്യാന മാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? ശാന്തവും സുന്ദരവും വെച്ചാൽ ലഹള ബഹളമൊന്നും ഇല്ലാത്ത ഒതുങ്ങിയൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് സുഖ ആസനം എങ്ങനെയാ നമുക്ക് ഇരിക്കാൻ സൗകര്യം വെച്ചാൽ അങ്ങനെ ഇരുന്ന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആദ്യം ഒന്നും സാധിക്കില്ല. ചെവി അവിടെ ശബ്ദം കേൾക്കും, കണ്ണുകൊണ്ട് കണ്ടതിനോ കാണാതിരിക്കണോ കണ്ണടച്ചിരിക്കണത് അങ്ങനെ കേൾക്കുന്നതിനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിച്ച് അവസാനം എന്ത് കേട്ടാലും അറിയാത്ത അവസ്ഥയാവും. അങ്ങനെ വന്ന് ആ ധ്യാനം ഭഗവാനെ നമ്മൾ ഉള്ളിലേക്ക് ഇരുത്തണം. ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതീന, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആളാണ് ഈശ്വരൻ. ആ ഈശ്വരനെ സ്വയം കാണാനുള്ള ആ മനഃശുദ്ധിയാണ് ധ്യാനം കൊണ്ട് നമുക്കുണ്ടാവുക. അങ്ങനെ ആ ധ്യാനം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ, ആ ധ്യാനം ശീലിക്കാനുള്ള എളുപ്പവഴി എന്താണെന്നറിയോ? നമ്മൾ ശരിക്കറിഞ്ഞ് കണ്ണടച്ച് ഇന്ദ്രിയങ്ങളൊക്കെ ബാഹ്യമായിട്ടുള്ളതെന്നൊക്കെ കൊണ്ടുവന്ന് കണ്ണടച്ച് ഭഗവത് വിഗ്രഹം, ഭഗവാന്റെ രൂപം, നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കാൻ എളുപ്പമല്ല. അപ്പൊ സഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കുക. ഭഗവാന്റെ ഇഷ്ടപ്പെട്ട രൂപം ഏതാച്ച അതിനെ ധ്യാനിക്കുക. എന്താണ് ഭഗവാന്റെ 14 ലോകങ്ങളുണ്ട് എന്നാണ് പറയണത്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവരസാതലം തേ ഗുൽഭദ്വയം ഹലു മഹാതലമദ്ഭുതാത്മൻ. അത്ഭുതമാണ് ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ എന്നർത്ഥം. അത്ഭുത ബാലൻ അദ്ഭുതം ബാലൊക്കെ അത്ഭുതകരമായിട്ടുള്ള അത്ഭുതം എന്ന പേരോട് കൂടിയിട്ടാണ് ഭഗവാനെ ഭാഗവത്തിൽ വിശേഷിപ്പിക്കുന്നു തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദതലം, ആ ഉള്ളംകാല് പാതാളാണെന്നാണ് പറയണത്, പുറംകാല് രസാതലം എന്നാണ് പറയണത്, കണങ്കാല്, ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഭഗവാന്റെ 14 ലോകങ്ങളുടെ, ഭൂമിയുടെ താഴെ ലോകങ്ങള്, ഭൂമിയുടെ ഈ അരക്കെട്ടിന്റെ മീതെ ലോകങ്ങൾ, അത് ഓരോന്നുണ്ട്. ആ ശ്ലോകങ്ങൾ ചെല്ലാനുള്ള സമയമുണ്ടോന്ന് അറിയില്ല. അപ്പോൾ പാതാളമാണ് അടിയിലത്തെ ഉള്ളംകാല്, രസാതലമാണ് പുറംകാല്, ജംഘേ തലാതലമതോസുതലം ചാനു കിം ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ. അപ്പൊ അതലം വിതലം ഇങ്ങനെയുള്ള ഓരോരോ ഭാഗങ്ങള്. മുട്ട് സുതലമാണ് ഭഗവാന്റെ മുട്ട്. ഈ അതലം വിതലമാണ് ഈ തൊടയുടെ ഭാഗങ്ങൾ മുഴുവൻ. ഈ ജംഘേ തലാതലമലോസു തലം ചാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേത് ക്ഷോണീതലം ജഗനം. അരക്കെട്ടാണ് ഭൂമി എന്ന് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് നാഭി അമ്പരം ആകാശം. വക്ഷസ് ശക്രനിലയ
ദേവലോകം, ഇന്ദ്രലോകം എന്ന് പറഞ്ഞ വക്ഷസ്. തവ ചക്രവാണേ ഗ്രീവാമഹ, മഹർലോകമാണ് ഗ്രീവ, കഴുത്ത്. ഇങ്ങനെ തപോലോകം, ജനലോകം, സത്യലോകം, ഇങ്ങനെ 14 ലോകങ്ങളും ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഇനി അതും കൂടാതെ പ്രപഞ്ചത്തിൽ വേറെ എന്തൊക്കെ ജീവജാലുണ്ടതാ, മേഘങ്ങളാണ് മുടികൾ എന്ന് പറയുന്നു, നാഗങ്ങളൊക്കെയാണ് ഹസ്ത്യുഷ്ട്രസ ഇന്ധവമുഖ, മൃഗങ്ങള്. അങ്ങനെ മൃഗങ്ങള്, അദ്ദേഹത്തിന്റെ ശ്വാസമാണ് വായു, പിന്നെ കണ്ണ് സൂര്യനാണ്, ഇങ്ങനെ ഓരോന്നും ദിക്കാണ് ചെവി, ഇങ്ങനെ ഓരോരോ ഭഗവാന്റെ രൂപത്തില് സക്കല് തുടങ്ങിയിട്ടുണ്ടെന്ന്. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഭഗവാൻ ചൈതന്യമാണ്. രാജാവേ, രാജാവും ഭഗവാന്റെ ഒരംശമാണ്, രാജാവും ഭഗവാനിലുള്ളതാണ് എന്ന് രാജാവിന് ആ ഭഗവാനെ ധ്യാനിക്കുന്ന രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? ഈ രൂപം ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്താണ് പണ്ട്. ആ 14 ലോകങ്ങളടങ്ങിയ കണങ്കാല്, പുറങ്കാല്, ഈ വണ്ണ ഈ ഞെരിയാണി, കാൽവണ്ണ, മുട്ട്, തൊട, അരക്കെട്ട്, ഉരസ്, കഴുത്ത്, മറ്റേ കണ്ണ്, മറ്റേ നെറ്റി, തല എന്നൊക്കെ പറയണ ആ ഭഗവാന്റെ രൂപം ധ്യാനിക്കാനായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത സൃഷ്ടി നടത്താനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ രൂപത്തെ ധ്യാനിക്കണം. ഇത്രയൊക്കെ ഈ രൂപമൊക്കെ നമുക്ക് ഒരേ സമയത്ത് ധ്യാനിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ധ്യാനിക്കേണ്ട പ്രകാരം ഒന്നുകൂടിയും പറഞ്ഞു കൊടുക്കുക. രൂപമാണ് ഇപ്പൊ പറഞ്ഞത്, ധ്യാനിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് നമ്മൾ സാധാരണ എല്ലാവരുടെ നാരായണീയത്തിലും പറയേണ്ടത് സൂര്യസ്പർദ്ധി കിരീടം. അപ്പൊ നമ്മൾ കിരീടം കാണും ആദ്യം. ഊർധ്വ തിലക പ്രോദ്ഭാസി ഫാലാന്തരം. അപ്പൊ കിരീടം മറന്നു, പിന്നെ നെറ്റി കണ്ടു. കാരുണ്യാകുല നേത്രം, അപ്പൊ നെറ്റി പോയി കണ്ണു കണ്ടു. ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, പുഞ്ചിരി കൊണ്ട് ഇങ്ങനെ വികസിച്ചിട്ടുള്ള മൂക്ക്. ഇങ്ങനെ ഭഗവാന്റെ രൂപം ഓരോരോ ഭാഗങ്ങളും. ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലയുഗം, ഈ കവിൾത്തടത്തിൽ ഇദ്ദേഹത്തിന്റെ കുണ്ടലങ്ങളെ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും. കണ്ഠോജ്വലത കൗസ്തുഭം, കഴുത്തില് ആ കൗസ്തുഭം, പാലാഴി ഇടഞ്ഞപ്പോ കിട്ടിയ രത്നമാണ് കൗസ്തു. ആ കൗസ്തുഭരത്നം ധരിച്ചിട്ടുള്ളത്. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അപ്പൊ കിരീടം തൊട്ട് ദാ വനമാലയും ശ്രീവത്സം എന്നും അറിവും ധരിച്ചിട്ടുള്ള ഈ നെഞ്ചു വരെയുള്ള ഭാഗം ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് നമ്മൾ ധ്യാനിച്ചു. അത് കഴിഞ്ഞ അടുത്തത് കേയൂരാംഗത ഗംഗണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്വാഹു ചതുഷ്ടം. 4 കൈകള്. ആ 4 കൈകളും കേയൂരം, തോൾവള, കങ്കണം, മറ്റേ വള, മോതിരങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള ഭഗവാന്റെ 4 തൃക്കൈകളും അതിന്റെ കൂടെയുള്ള ആ ശംഖചക്ര ഗദാ പത്മങ്ങളും ഓരോന്നോരോന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ച് കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബിനീം. ആ പീതാംബരം, ആ കാഞ്ചി നൂപുരങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള, അരഞ്ഞണൊക്കെ അണിഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ മഞ്ഞപ്പട്ടും ആ പാദാരവിന്ദങ്ങളും. അപ്പൊ കേശം തൊട്ടിങ്ങനെ ധ്യാനിച്ച് പാദം വരെ ഇങ്ങനെ ധ്യാനിക്കുക എന്നർത്ഥം. കപില മഹർഷി തൻ്റെ ദേവഹൂതി മാതാവിന് ഇതാണ് ധ്യാനയോഗം പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തെ മറന്ന് അടുത്ത ഭാഗത്തെ കണ്ട് അതിനെയും മറന്ന് അടുത്ത ഭാഗം കണ്ട് അതിനെയും മറന്ന് ക്രമേണ നിർഗുണ ധ്യാനത്തിലെത്താൻ സാധിക്കും. ക്രമേണ ഒറ്റ പ്രാവശ്യം കൊണ്ട് സാധിക്കില്ല. ഇതിനൊക്കെ എളുപ്പമുള്ള ശ്ലോകണം. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല. അപ്പൊ അതൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഓർമ്മ വരും, മിന്നും പൊന്നിൻ കിരീടം എന്നൊക്കെ. അപ്പൊ ആ രൂപം അങ്ങനെ ഓർമ്മ വരും. അങ്ങനെ ശ്രദ്ധയോടുകൂടി ധ്യാനത്തോടുകൂടി ഭഗവാനെ ആ രൂപം അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് പതിപ്പിക്കുക എന്നർത്ഥം. ആ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൗകിക ചിന്തകളൊന്നും വരില്ല എന്നാണ് ശുഗബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ് അദ്ദേഹം, നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ തന്നെ പല പല രൂപത്തിലാണ് കാണുന്നത്. നമ്മൾ തന്നെയാണ് പല പല രൂപത്തിൽ സ്വപ്നത്തിൽ കാണുന്നത്. അതുപോലെ നമ്മളിലൂടെ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നതും എല്ലാം കാണുന്നതും എല്ലാം കേൾക്കുന്നതും ഭഗവാൻ തന്നെയാണ് രാജാവേ എന്ന് പറയണം. മനുഷ്യര് എന്താ ധ്യാനിക്കുമ്പോൾ ധ്യാന മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ലഭിക്കാവുന്ന വിഷയങ്ങളാണ് നമ്മളെ ഈ ധ്യാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്.
അതുകൊണ്ട് ഈ ധ്യാനമാർഗത്തെ ആശ്രയിക്കണമെങ്കിൽ സാവകാശം 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 ആ ഭഗവത് രൂപത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതാണ് ചെറുപ്പം തൊട്ടേ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ കുറച്ച് പ്രായമാകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ദൃഢമായിട്ട് ഭഗവത് കാരുണ്യം, ഭഗവത് രൂപം, ഭഗവത് ധ്യാനം പഠിയും എന്നുള്ള ഉറപ്പാണ്. പ്രഹ്ലാദൻ ഉദാഹരണമാണ്. പ്രഹ്ലാദൻ, ധ്രുവൻ മുതലായ ബാലന്മാരതിന് ഉദാഹരണമാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് കുട്ടികളിലൂടെയാണ് നമ്മൾ ഈ തത്വമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവസാനം അദ്ദേഹം പറയാണ്, ഈ മനുഷ്യർക്ക് പരിമിതമായ ആവശ്യങ്ങളേ ഉള്ളൂ. ചിരാണികിം ഭദിന സന്ധി ഭജന്തി ഭിക്ഷാം നൈവാംഘ്രിപാ പരഭൃത സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹ ഹിമജിതോവതിസ്നോപസന്നാൻ തസ്മാത് ഭജന്തി മുനയോ കവയോധന ദുർമദാന്താൻ. നമുക്ക് വസ്ത്രം ധരിക്കണം, കിടന്നുറങ്ങണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യമുള്ളൂ. ഇതിനൊക്കെ പ്രകൃതി നമ്മൾക്ക് അനുഗ്രഹിച്ച് ഓരോന്ന് തന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ നമുക്ക് നദികളുണ്ട്, സരിത്തുകളുണ്ട്, അതിന് ഇഷ്ടം പോലെ നമുക്ക് വെള്ളമുണ്ട്. ഇനി നമുക്ക് ആഹാര സാധനങ്ങളുടെ വൃക്ഷങ്ങൾ എത്രയാ കിടക്കുന്ന പ്രപഞ്ചം. ആ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികൾ നമ്മൾ ജീവിച്ചാൽ പോരെ. എന്തിനു സുഭിക്ഷമായിട്ടുള്ള ആഹാരങ്ങളെ തേടി നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ആഹാരത്തിന് വേണ്ടി ജീവിക്കുകയാണ് പല ആൾക്കാരും. എന്തിനങ്ങനെ ചെയ്യുന്നു? വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ദാ വഴിയിലയിൽ കിടക്കുന്ന കീറത്തുണികൾ തുന്നിക്കൂട്ടിയിട്ട് അത് വസ്ത്രം ധരിച്ചാൽ പോരെ. ചീരാണികയും പൈനസന്ധി. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മുടെ പരിമിതമായ ഈ ആവശ്യങ്ങൾക്ക് പരിമിതമായ എല്ലാ സൗകര്യങ്ങളും പ്രകൃതി തന്നെ ഒരുക്കിന്റെ. രുദ്ധാഗുഹ, ഗുഹകളൊന്നും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഗുഹകളുണ്ടല്ലോ നമുക്ക് സുഖമായിട്ട് വസിക്കാനായിട്ട്. ഇതൊന്നും സാധാരണ ഈ ലൗകികത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ അത് അതിങ്ങനെ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗുഹയിലൊക്കെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കാറാവാനുള്ള മനസ്സ് പര്യാപ്തമാക്കി തീർക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് പിന്നെ എന്തിനാ നമ്മളെല്ലാവരും ഈ ധനദുർമദാന്താൻ, ധനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടണമെന്ന് എന്തിന്? ഭഗവാൻ ഉണ്ടല്ലോ നമ്മളെ സംരക്ഷിക്കാൻ, ആശ്രയിക്കുന്നവരെ രക്ഷിക്കാൻ ഭഗവാൻ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരെ നമ്മൾ എന്തിനു ആശ്രയിക്കണോ അതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടൊക്കെ എന്നർത്ഥം. ഭഗവാൻ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് പ്രകൃതിയിൽ തന്നിട്ടുണ്ട് എന്ന് പറയണം. അതുകൊണ്ട് അല്ലയോ പരീക്ഷിത മഹാരാജാവേ, ഈ നമ്മൾ ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ അന്ത്യകാലം അടുക്കുമ്പോൾ ഈ സാധന അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ജീവിക്കണം. പറയാണ്, ഭഗവത് കഥകൾ കേട്ട് പഠിച്ച് ഭക്തി വന്ന് മനസ്സ് പരിശുദ്ധാവും. മനസ്സ് ശുദ്ധാവലാണ് പ്രധാനം. കാരണം ഹൃദയത്തിലാണ് ഈശ്വരൻ കുടികൊള്ളതുണ്ട്. അതുകൊണ്ട് ആ ഹൃദയം നമ്മൾ പരിശുദ്ധമാക്കണം. അതിന് ഏറ്റവും നല്ല വഴി സജ്ജന സംസർഗമാണ് എന്നർത്ഥം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇന്ദ്രിയങ്ങളാ ഭഗവാൻ തന്നിരിക്കുന്നത്? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, ഇത്ര ഇന്ദ്രിയങ്ങളാ. ഈ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന വിഷയസുഖങ്ങളാണ്. എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടത്? അതാണ് പരീക്ഷിച്ച് പറഞ്ഞത്. ഭാരപര പട്ട കിരീട ജുഷ്ടം അപ്യുത്തമാംഗം നമേത് മുകുന്ദം. മുകുന്ദനെ നമസ്കരിക്കാത്ത ശിരസ്സില് വലിയ അതിമനോഹരായിട്ടുള്ള കിരീടം, തലപ്പാവ് ഒക്കെ ധരിച്ചിങ്ങനെ ഉയർത്തിപ്പിടിച്ച് തല നടക്കുന്ന ആ തല ഭഗവാനെ നമസ്കരിക്കാത്തോളം കാലം ആ തല അവനൊരു ഭാരാണ് എന്നർത്ഥം. ശാവവും കരവും നോക്കുരുത സപര്യാം. ഈ കൈകൾ എന്തിനാ തന്നിരിക്കുന്നത്? കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ. നിന്നാമം പാടാത്ത നാവെന്തിനാ കണ്ണ, നാവെന്തിനാ കണ്ണ, നാവെന്തിനാ. അപ്പൊ ഈ ഓരോ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാനെ സേവിക്കാനാ. കൈ തന്നിരിക്കുന്നത് വളകളോ മോതിരങ്ങളോ അണിഞ്ഞ് ആൾക്കാരെ കാണിച്ച് നടക്കാനല്ല. അതൊക്കെ ഉള്ളതൊരു ഭാരാണെന്ന്. ഭഗവാനെ തൊഴാത്ത, ഭഗവാന് അർച്ചന ചെയ്യാത്ത ഈ കയ്യ് ശവക്കൈകളാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കൈ തന്നിരിക്കുന്നത് ഭഗവാനെ അർച്ചിക്കാനാണ്. അർച്ചന എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു കൂടാന്ന് മാത്രമല്ല അർത്ഥം. സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് കണ്ട് അവരെ വണങ്ങി അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്ത് സമന്മാരായിട്ട് ജീവിക്കാനുള്ള ആ മനോഭാവം ഉണ്ടാവണം. അല്ലാതെ ഭഗവാൻ ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് ഇരിക്കണമെന്നില്ല. സർവചരാചരങ്ങളും കുടികൊള്ളുന്നതാണ്. ഭൂതതയെ വേണമെന്ന് രാജാവ് മുമ്പേനെ പ്രാർത്ഥിച്ചത്. അപ്പൊ കൈ കൊണ്ടുള്ള ഗുണം സപര്യ, പൂജ എന്നർത്ഥം. അല്ലാതെ അലങ്കാരങ്ങൾ ധരിക്കലല്ല എന്നർത്ഥം. പിന്നെയോ ബർഹായി തേ തേ നയനെ, എന്താ കണ്ണെഴുതി അതിമനോഹരായിട്ട് ഭംഗിയായിട്ട് പല സിനിമകളോ അല്ലെങ്കിൽ വലിയ വലിയ സീരിയലോ ഒക്കെ കാണാനായിട്ട് കണ്ണ് പ്രയോഗിച്ചിട്ട് എന്താ നേട്ടം? മനസ്സിൽ കൂടുതൽ ഭാരം ഉണ്ടാക്കുകയുള്ളൂ. അതിന് പകരം എന്ത് വേണം? നമ്മള് ഭഗവത് ലിംഗങ്ങൾ കാണണം, ഭഗവാന്റെ രൂപങ്ങൾ കാണാൻ. ആ രൂപം കാണാത്ത കണ്ണ്
വെറും മയിൽപീലി കണ്ണു പോലെ നിർജീവമാണ്. മയിൽപീലിയിൽ കാണുന്ന കണ്ണുകളൊക്കെ വെറുതെ ഭംഗിക്കുള്ളതാ, അത് കാഴ്ചശക്തി ഇല്ലാത്തതാണ്. അതുപോലത്തെ കണ്ണുകളാണ് ഈ ഭഗവാനെ ദർശിക്കാത്ത കണ്ണുകൾ എന്നാണ് പറയുന്നത്. ഇനി ഈ മൂക്ക് എന്തിനാ തന്നിരിക്കുന്നത്? അതാണ് ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വ സമർച്ചയ അച്യുത കഥാ ശ്രോത്രദ്വയത്വം ശൃണു കൃഷ്ണം ലോകയലോചനദ്വയ ഹരേ ഗച്ഛാംഘ്രിയുഗ്മാലയം ജിഗ്രഘ്രാണ മുകുന്ദ പാദ തുളസീ മൂർധന്നമാധോക്ഷജം. അപ്പോ ശിരസ് എന്ത് വേണം? ഭഗവാനെ നമസ്കരിക്കണം. മൂക്കെന്ത് വേണം? ഭഗവത് പാദങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ആ പുഷ്പങ്ങൾ ഘ്രാണിക്കണം. അല്ലാതെ സുഖമായിരിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് ധ്യാനിച്ച് അതിങ്ങനെ ഘ്രാണിച്ചിരുന്നത് കൊണ്ട് രോഗങ്ങളോ മറ്റെന്തൊക്കെയോ വരുമെന്നല്ലാതെ നമുക്ക് ആ മൂക്കുകൊണ്ടൊരു ഉപകാരമില്ല. വെറും ശ്വാസം വിടാനായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇങ്ങനെ കാലുകളോ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഒരു പ്രദക്ഷിണം വെക്കണം എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെക്കാമെന്ന് മാത്രം അർത്ഥമില്ല എന്നർത്ഥം. എല്ലായിടത്തും ഈശ്വരൻ്റെ നമ്മൾ പ്രദക്ഷിണം വെക്കാൻ പറ്റാത്ത കാല് വെറും മരക്കാലുകളാണെന്ന്. മരിച്ച ഒരാളുടെ കയ്യ് എന്തിനു കൊള്ളും? അനങ്ങാതെ തന്നെ കിടക്കും. കാലും അങ്ങനെ കിടക്കും, മൂക്കും അങ്ങനെ കിടക്കും, കണ്ണും അങ്ങനെ കിടക്കും. ഇങ്ങനെ ശവക്കൈകളും തലയും ശവക്കാലുകളായിട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും. അങ്ങനെയല്ലാത്ത ആ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എന്നിട്ട് പറയാണ്, ചിത്താർദ്രീഭാവമുച്ചേർബുഷിച്ച പുളകം ഹർഷബാഷ്പം ചഹിത്വ ചിത്തം ശുദ്ധ്യേ കഥം വാ ഭഗവത് കഥകൾ കേൾക്കുമ്പോഴും ഭഗവത് നാമങ്ങൾ ജപിക്കുമ്പോഴും മനസ്സിങ്ങനെ അലിയണം. മനസ്സ് ഭക്തി കൊണ്ടിങ്ങനെ അലിയണം. സന്തോഷാശ്രുക്കൾ പൊടിയണം. ഇതൊന്നുമില്ലാത്ത ഭക്തി, ഉളകങ്ങളൊന്നുമില്ലാത്ത ഭക്തി യഥാർത്ഥത്തിലുള്ള ഭക്തിയല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ പരീക്ഷിത മഹാരാജാവ് പറയണം, അദ്ദേഹത്തിന്റെ അജ്ഞത കുറേശ്ശെ നീങ്ങി. അതുകൊണ്ട് ഭഗവത് ലീലകളും ഭഗവത് കഥകളും കൂടുതൽ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ശുഗബ്രഹ്മർഷി ഭഗവാനെ തനിക്ക് ആ ഭഗവത് കഥകൾ നന്നായിട്ട് പറയാനായിട്ട് ശക്തി തരണേ എന്ന് ശുഗബ്രഹ്മർഷി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യദർഹണം ലോകസദ്യോ വിഘ്നോദികൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ഏതൊരാളുടെ കഥകൾ കേട്ടാലാണോ, ഏതൊരാളെ കുറിച്ച് സ്മരിച്ചാലാണോ, ഏതൊരാളെ കുറിച്ചുള്ള നാമങ്ങൾ കീർത്തിച്ചാലാണോ, ഏതൊരാളെ കണ്ടാലാണോ, ഏതൊരാളെ നമസ്കരിച്ചാലാണോ ഒരുവന്റെ പാപങ്ങൾ മുഴുവൻ ഇല്ലാതായിട്ട് അവൻ പരിശുദ്ധനായി തീരുന്നത്, അങ്ങനെയുള്ള ആ പരമാത്മ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ നമസ്കരിക്കുന്ന കുറേ ശ്ലോകങ്ങൾ ഭാഗത്തിൽ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ അവസാനിക്കുന്ന കുറേ ശ്ലോകങ്ങളുണ്ട്. ശ്രിയപതിർ യജ്ഞപതി പ്രജാപതി ധിയാംപതി ലോകപതി ധരാപതി പതിർഗതിശ്ചന്ദകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ലോകത്തിന്റെ മുഴുവൻ നാഥനും സജ്ജനങ്ങൾക്ക് മുഴുവൻ എല്ലാതും പ്രദാനം ചെയ്യുന്നവനും പ്രജകളുടെ നാഥനും ലക്ഷ്മി ഐശ്വര്യത്തിന്റെ നാഥനും എല്ലാവരുമായിരിക്കുന്ന ആ എല്ലാ വൃഷ്ണി അന്ധകൻ മുതലായവരെയൊക്കെ രക്ഷിക്കുന്നവനായിരിക്കുന്ന സദാംപതി, സജ്ജനങ്ങളുടെ പതിയായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്ന് പറയണം. അങ്ങനെ ആ ഭഗവത് കഥകൾ പറയാനായിട്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണേ. ഭൂതൈർമഹദ്ഭിർയ ഇമാപുരോ വിഭോ നിർമായശേദേയമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ആ 10 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ച്, ഈ ശരീരത്തിന്റെ ഉള്ളിൽ അന്തര്യാമിയായി കുടികൊള്ളുന്നവനായ ആ ഭഗവാനും എന്റെ പിതാവായിരിക്കുന്ന വ്യാസമഹർഷിയും എന്റെ വാക്കുകൾക്ക് വേണ്ടത്ര മിഴിവ് നൽകി നന്നായി ഭഗവത് കഥകൾ പറയാൻ എനിക്ക് അനുഗ്രഹം തരണേ എന്ന് ശുഗബ്രഹ്മർഷി പ്രാർത്ഥിക്കുന്നതോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവട്ടെ, അതിശ്രേഷ്ഠനായിട്ടുള്ള രാജാവ്, ശുഗബ്രഹ്മർഷിയാവട്ടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഇങ്ങനെ 2 കഥാപാത്രങ്ങളാണ് ഈ ഭാഗവതത്തിലത്തെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലെ അല്ലെങ്കിൽ ഈ തത്വകഥനത്തില് വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപരാധങ്ങൾ എന്തെങ്കിലും ധാരാളം വന്നിട്ടുണ്ടാവാം. എല്ലാ സജ്ജനങ്ങളും ആചാര്യന്മാരും പൊറുക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആത്മാ ത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേധക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. എല്ലാവർക്കും കോടി കോടി നമസ്കാരം.